നിങ്ങളിപ്പോൾ കാണുന്നത് 1951 ഹിമാലയത്തിന്റെ ഹൃദയത്തിലും ശീതകാലത്തിന്റെ ഏറ്റവും ഭീകരമായ രാത്രിയിലുമാണ്. സമയമിപ്പോൾ പുലർച്ചെ 3:47. ചുറ്റും നോക്കൂ, കാതടപ്പിക്കുന്ന നിശബ്ദത മാത്രം. മഞ്ഞുകാറ്റ് മൂർച്ചയേറിയ ഒരു കത്തിപോലെ മുഖത്തു മുറിക്കുന്നു. ഓരോ ശ്വാസവും തൊണ്ടയിൽ തങ്ങിനിന്ന് ഐസ് കട്ടകളായി മാറുന്നു. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ മങ്ങിയ വെളിച്ചം ചൊരിയുന്നുണ്ട്. ആ വെളിച്ചത്തിൽ അനന്തമായി പരന്നുകിടക്കുന്ന വെളുത്ത മരുഭൂമി പോലെ മഞ്ഞ് തിളങ്ങുന്നു. പെട്ടെന്ന് നിങ്ങളുടെ ടോർച്ചിന്റെ വെളിച്ചം ഒരിടത്തുടക്കി നിൽക്കുന്നു. നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്നു. അതാ, നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ പുതുതായി പെയ്ത മഞ്ഞിൽ പതിഞ്ഞു നിൽക്കുന്ന വമ്പൻ കാൽപ്പാടുകൾ. ഒന്നല്ല, രണ്ടല്ല, ഒരുപാട്. അത് മനുഷ്യൻ്റെതല്ലെന്ന് തന്നെ വിളിച്ചു പറയുന്ന ഭീകരതയോടെ ആ പാദമുദ്രകൾ ഇരുളിലേക്ക് നടന്നു മറയുന്നു. ദൂരെ എവിടെ നിന്നോ കാറ്റിൻ്റെ ഇരമ്പലിനൊടിയിൽ ഒരു മൃഗത്തിൻ്റേതെന്നോ മനുഷ്യൻ്റേതെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത രക്തം മരവിപ്പിക്കുന്ന ഒരലർച്ച കേൾക്കുന്നുണ്ടോ? സ്വാഗതം. നൂറ്റാണ്ടുകളായി മനുഷ്യൻ ഉത്തരം തേടുന്ന, എന്നാൽ ഉത്തരം കിട്ടുംതോറും ഭയം കൂടുന്ന ആ വലിയ രഹസ്യത്തിലേക്ക്. ഹിമാലയം, ഭൂമിയിലെ സ്വർഗമെന്ന് കവികളിതിനെ വിളിക്കും. എന്നാൽ പർവ്വതാരോഹകർക്കറിയാം, ഇത് സ്വർഗമല്ല, പലപ്പോഴും നരകത്തിൻ്റെ വാതിലാണ് എന്ന്. ഇവിടെ ഭരിക്കുന്നത് മനുഷ്യരല്ല, പ്രകൃതിയാണ്. അല്ലെങ്കിൽ പ്രകൃതിക്കുമപ്പുറം നിൽക്കുന്ന എന്തോ ഒന്ന്. നമുക്ക് 1951 പോകാം. കൃത്യമായി പറഞ്ഞാൽ നവംബർ മാസം. സ്ഥലം മെൻലുങ് ബേസിൻ. എവറസ്റ്റിൻ്റെയും മക്കാലുവിൻ്റെയും ഇടയിലുള്ള മനുഷ്യവാസം തീരെയില്ലാത്ത, മരണം പതിയിരിക്കുന്ന ഹിമപ്രദേശം. ബ്രിട്ടീഷ് പർവ്വതാരോഹകനായ എറിക് ഷിപ്റ്റൺ, ഡോക്ടർ മൈക്കൽ വാർഡ് എന്നിവർ അവിടെയുണ്ട്. അവർ അവിടെ എത്തിയത് പുതിയ വഴികൾ കണ്ടുപിടിക്കാനാണ്. എവറസ്റ്റ് കീഴടക്കാൻ മനുഷ്യൻ ഇനിയും സാധിച്ചിട്ടില്ലാത്ത കാലമാണത്. ഓരോ ചുവടും ചരിത്രമാണ്, ഓരോ പിഴവും മരണമാണ്. അന്നുച്ചതിരിഞ്ഞ് ഏകദേശം 4 മണി. സൂര്യൻ താഴാൻ തുടങ്ങിയിരിക്കുന്നു. ഹിമാലയത്തിൽ വെളിച്ചം കുറയുക എന്നാൽ താപനില -30 ഡിഗ്രിയിലേക്ക് താഴുക എന്നാണർത്ഥം. ഷിപ്റ്റൺ മുന്നോട്ട് നടക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം നിന്നു. അദ്ദേഹത്തിൻ്റെ ബൂട്ടിൻ്റെ അടിയിലെ മഞ്ഞ് ക്രാക്ക് ചെയ്യുന്ന ശബ്ദം മാത്രം അവിടെ കേൾക്കാം. അദ്ദേഹം താഴേക്ക് നോക്കി. അവിടെ ആ കന്നിമഞ്ഞിൽ അതുവരെ ആരും കണ്ടിട്ടില്ലാത്ത, കാണുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച. ഒരു വലിയ കാൽപ്പാട്. ഷിപ്റ്റൺ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഐസ് ആക്സ് ആ കാൽപ്പാടിനരികിൽ വെച്ചു, അളവ് നോക്കാൻ. ആ കാൽപ്പാടിന് ഏകദേശം 13 ഇഞ്ച് നീളമുണ്ട്, 6 ഇഞ്ചിലധികം വീതിയും. സാധാരണ ഒരു മനുഷ്യൻ്റെ കാൽപ്പാടിനേക്കാൾ ഇരട്ടി വലിപ്പം. പക്ഷേ ഭയപ്പെടുത്തുന്നത് വലിപ്പമല്ല, അതിൻ്റെ ആകൃതിയാണ്. നമുക്കറിയാം, കരടികൾക്ക് നഖങ്ങളുണ്ട്. അവയുടെ കാൽപ്പാടുകൾ നീളമുള്ളതാണ്. കുരങ്ങുകൾക്ക് കൈകൾ പോലെയുള്ള കാലുകളാണ്. പക്ഷേ ഈ പാദമുദ്ര, ഇതിന് മനുഷ്യൻ്റെ കാലുകളുമായി വല്ലാത്ത സാമ്യമുണ്ട്. 5 വിരലുകൾ വ്യക്തമായി കാണാം. അതിൽ തള്ളവിരൽ മറ്റുള്ള വിരലുകളിൽ നിന്ന് അല്പം മാറി നിൽക്കുന്നു. മനുഷ്യൻ്റെ കാലടിപ്പാട് വലുതാക്കി വരച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെ. ഷിപ്റ്റൺ ചുറ്റും നോക്കി. ആ പാദമുദ്രകൾക്ക് ചുറ്റും മറ്റടയാളങ്ങളൊന്നുമില്ല. അതായത് ആ ജീവി 2 കാലിൽ നടന്നിരിക്കുന്നു. 4 കാലിൽ നടക്കുന്ന ഒരു കരടിയല്ല അത്. 2 കാലിൽ നിവർന്നു നടക്കുന്ന, മനുഷ്യനേക്കാൾ ഭാരമുള്ള ഭീമാകാരനായ എന്തോ ഒന്ന്. മൈക്കൽ, ഇങ്ങോട്ട് നോക്കൂ, ഷിപ്റ്റൺ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഡോക്ടർ വാർഡ് ഓടിയെത്തി. അദ്ദേഹം ആ കാഴ്ച കണ്ട് സ്തബ്ധനായിപ്പോയി. ആ നിമിഷം ആ ഹിമാലയൻ താഴ്വരയിൽ വീശിയടിക്കുന്ന കാറ്റിനു പോലും ഒരു പ്രത്യേക ശബ്ദമുണ്ടായിരുന്നു, ഭയത്തിൻ്റെ ശബ്ദം. അവർ ക്യാമറ പുറത്തെടുത്തു. ആ ചിത്രം പിന്നീട് ലോകം മുഴുവൻ ചർച്ച ചെയ്ത, ശാസ്ത്രലോകത്തെ മുൾമുനയിൽ നിർത്തിയ ആ ഐതിഹാസികമായ ഫോട്ടോ അവിടെ വെച്ചാണ് പിറക്കുന്നത്. ഐസാക്സിനരികിൽ പതിഞ്ഞുകിടക്കുന്ന ആ ഭീമൻ കാൽപ്പാട്. പക്ഷേ കഥയവിടെ തീരുന്നില്ല, അവിടെ തുടങ്ങുന്നതേയുള്ളൂ. അവർ ആ കാൽപ്പാടുകളെ പിന്തുടരാൻ തീരുമാനിച്ചു. ആ പാദമുദ്രകൾ നേരെ പോകുന്നത് വലിയൊരു ഹിമാനിയുടെ മുകളിലേക്കാണ്. അപ്പുറത്ത് അഗാധമായ ഗർത്തങ്ങളാണ്. ഏകദേശം 1 മൈലോളം ദൂരം ആ കാൽപ്പാടുകൾ വ്യക്തമായി കാണാമായിരുന്നു. ഇടയ്ക്കത് മഞ്ഞുപാളികൾക്ക് മുകളിലൂടെ ചാടിക്കിടന്നതായി കാണാം. മനുഷ്യൻ അസാധ്യമായ ദൂരമാണ് ആ ജീവി ഒറ്റച്ചാട്ടത്തിന് പിന്നിട്ടിരിക്കുന്നത്. സന്ധ്യയായി. ഇരുട്ടു പരക്കാൻ തുടങ്ങി.
ആ പാദമുദ്രകൾ അവസാനിക്കുന്നത് കൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിലെ ഇരുളിലേക്കാണ്. അവിടേക്ക് നോക്കിയപ്പോൾ ഷിപ്ടണു തോന്നി ആ ഇരുളിൽ നിന്ന് ആരോ തന്നെ നോക്കുന്നുണ്ട് എന്ന്. 2 കണ്ണുകൾ, തിളങ്ങുന്ന ക്രൂരമായ കണ്ണുകൾ. അതൊരു തോന്നലായിരുന്നോ അതോ സത്യമായിരുന്നോ? അവർക്കറിയില്ലായിരുന്നു. പക്ഷെ ഒന്നവർക്കുറപ്പായി: ഈ മലനിരകളിൽ മനുഷ്യനൊറ്റയ്ക്കല്ല, ഇവിടെ വേറെ ആരോ ഉണ്ട്. അവകാശികളില്ലാത്ത ഈ മഞ്ഞുമലകൾക്ക് യഥാർത്ഥത്തിലൊരു അവകാശിയുണ്ട്. ഈ സംഭവം ലോകമറിഞ്ഞപ്പോൾ പാശ്ചാത്യരതിനെ യതി എന്ന് വിളിച്ചു. പക്ഷെ ഹിമാലയത്തിലെ ഗ്രാമവാസികൾക്ക് അതൊരു പുതിയ കഥയായിരുന്നില്ല. മറിച്ച് തലമുറകളായി അവരെ വേട്ടയാടുന്ന, രാത്രികളിൽ വാതിലടച്ച് വിറച്ചു തൂങ്ങിയിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പഴയ പേടി സ്വപ്നമായിരുന്നു അത്. നമുക്ക് ആ പേടി സ്വപ്നത്തിൻ്റെ വേരുകളിലേക്ക് പോകാം. 1951 നിന്ന് നൂറ്റാണ്ടുകൾ പിന്നിലേക്ക്. ഐതിഹ്യങ്ങളുടെ ഉത്ഭവം. ഹിമാലയൻ ജനതയുടെ വിശ്വാസമനുസരിച്ച് പർവ്വതങ്ങൾ വെറും മണ്ണും കല്ലുമല്ല, അവ ദൈവങ്ങളാണ്. ആ ദൈവങ്ങൾക്ക് കാവൽക്കാരുണ്ട്. പക്ഷെ എല്ലാ കാവൽക്കാരും നല്ലവരല്ല. ചിലർ രക്തം ദാഹിക്കുന്നവരാണ്. ടിബറ്റിലെ പുരാതനമായ ബുദ്ധവിഹാരങ്ങൾ, മൊണാസ്ട്രീസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മലമുകളിൽ ലോകത്തിൽ നിന്നൊറ്റപ്പെട്ടു നിൽക്കുന്ന കല്ലുകെട്ടിടങ്ങൾ. അവിടുത്തെ ലാമമാർ സൂക്ഷിക്കുന്ന ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഗ്രന്ഥങ്ങളിൽ വിചിത്രമായ ചില ചിത്രങ്ങളുണ്ട്. മനുഷ്യനെപ്പോലെ നിൽക്കുന്ന, എന്നാൽ ശരീരം മുഴുവൻ രോമം നിറഞ്ഞ കൂർത്ത പല്ലുകളുള്ള ജീവികൾ. ടിബറ്റൻ ഭാഷയിൽ അവർ ഇതിനെ വിളിക്കുന്നത് മിഗോയ് എന്നാണ്. അതിനർത്ഥം വന്യമനുഷ്യൻ, വൈൽഡ് മാൻ എന്നാണ്. ഷെർപ്പകളുടെ കഥകളിൽ ഈ പേരുച്ചരിക്കാൻ പോലും അവർ ഭയപ്പെടുന്നു. കുട്ടികൾ അനുസരിക്കാതിരിക്കുമ്പോൾ മുത്തശ്ശിമാർ പറയുന്നൊരു കഥയുണ്ട്: ഉറങ്ങിയില്ലെങ്കിൽ മിഗോയ് വരും, അവൻ മലയിറങ്ങി വരും. പുരാതനമായ ബോൺ മതവിശ്വാസപ്രകാരം ഈ ജീവികൾ 2 തരത്തിലുണ്ട്. ഒന്ന് സൂത്തേ, ഇത് വലിപ്പമേറിയതും കന്നുകാലികളെ ആക്രമിക്കുന്നതുമായ ഭീകരജീവിയാണ്. 2 മേത്തേ, ഇതാണ് യഥാർത്ഥ യതി, മനുഷ്യന്റെ വലിപ്പം അല്ലെങ്കിൽ അതിലും അല്പം കൂടുതൽ. കുരങ്ങനെപ്പോലെയല്ല, മനുഷ്യനെപ്പോലെ നടക്കുന്നവൻ. ഇവൻ മാംസം കഴിക്കും, പക്ഷെ മനുഷ്യനെ ഉപദ്രവിക്കുന്നത് അപൂർവമാണ്. എന്നാൽ ഇവനെ കണ്ടുമുട്ടുന്നത് നിർഭാഗ്യമായാണ് കരുതപ്പെടുന്നത്. യതിയെ കണ്ടാൽ മരണമുറപ്പാണെന്ന് വിശ്വസിക്കുന്ന ഷെർപ്പകൾ ഇന്നുമുണ്ട്. 326 BCEയിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ അതിർത്തിയിലെത്തിയ സമയം. ഇൻഡസ് താഴ്വര കീഴടക്കിയ ശേഷം അവിടുത്തെ തദ്ദേശീയരായ രാജാക്കന്മാരോട് അദ്ദേഹം ചോദിച്ചു: നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും അത്ഭുതകരമായ കാഴ്ച എന്താണ്? അവർ പറഞ്ഞത് ആനകളെയോ സ്വർണത്തെയോ കുറിച്ചല്ല. അവർ പറഞ്ഞു: പ്രഭു, ഞങ്ങളുടെ മലനിരകളിൽ ജീവിക്കുന്ന മഞ്ഞ നിറമുള്ള രോമങ്ങളുള്ള മനുഷ്യനെപ്പോലെ നിൽക്കുന്ന ഒരു വന്യജീവിയുണ്ട്. അതിനെ പിടിച്ചുകൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയില്ല, കാരണം അത് വായുവിനേക്കാൾ വേഗത്തിൽ ഓടും. അലക്സാണ്ടർക്ക് പോലും കാണാൻ കഴിയാതിരുന്ന ആ ജീവി. കാലങ്ങൾ കടന്നുപോയി, കഥകൾ കൂടിക്കൂടി വന്നു. ഹിമാലയത്തിലെ ഗുഹകളിൽ തപസ്സു ചെയ്യുന്ന സന്യാസിമാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്: ധ്യാനത്തിലിരിക്കുമ്പോൾ ഗുഹയുടെ വാതിലിൽ നിഴലുകൾ വരാറുണ്ട്. ചിലപ്പോൾ കനത്ത ശ്വാസോച്ഛ്വാസം കേൾക്കാം, പക്ഷെ ഞങ്ങൾ കണ്ണു തുറക്കില്ല. അത് ഞങ്ങളെ പരീക്ഷിക്കാൻ വരുന്ന മലദൈവങ്ങളാണ്. പക്ഷേ 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കഥ മാറി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റെയിൽവേയും റോഡുകളും പണിയാൻ തുടങ്ങി. സർവേ ഓഫ് ഇന്ത്യ ഹിമാലയത്തിന്റെ മുക്കിലും മൂലയിലും മാപ്പുകൾ തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥരെ അയച്ചു. അതുവരെ വെറും കെട്ടുകഥകളായിരുന്ന യതി സർക്കാർ രേഖകളിലെ റിപ്പോർട്ടുകളായി മാറാൻ തുടങ്ങി. 1889-ൽ ലോറൻസ് വാഡൽ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ സിക്കിമിലെ മലനിരകളിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഒരു ദിവസം രാവിലെ മഞ്ഞിൽ പതിഞ്ഞ വിചിത്രമായ കാൽപ്പാടുകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം തന്റെ വഴികാട്ടിയോട് ചോദിച്ചു: ഇതാരുടെ കാലടികളാണ്? ആ വഴികാട്ടിയുടെ മുഖം വിളറി വെളുത്തു. അയാൾ വിറച്ച ശബ്ദത്തിൽ പറഞ്ഞു: സാഹിബ്, അത് കാട്ടുമനുഷ്യനാണ്. നമ്മൾ ഉടൻ ഇവിടെ നിന്ന് പോകണം. അവൻ നമ്മളെ നിരീക്ഷിച്ചുണ്ടാകും. വാഡൽ അത് വിശ്വസിച്ചില്ല. അദ്ദേഹം അത് കരടിയുടേതാകുമെന്ന് കരുതി എഴുതിത്തള്ളി. പക്ഷേ അന്ന് രാത്രി അവരുടെ ടെന്റിന് പുറത്ത് കേട്ട ശബ്ദങ്ങൾ, കനത്ത ശ്വാസോച്ഛ്വാസ, അതൊരു കരടിയുടേതായിരുന്നില്ല. മനുഷ്യനെപ്പോലെ ചിന്തിക്കുന്ന, മനുഷ്യനെപ്പോലെ തന്ത്രങ്ങൾ മെനയുന്ന ആരോ ഒരാൾ ക്യാമ്പിന് ചുറ്റും വട്ടം കറങ്ങുകയായിരുന്നു. ഇവിടെ ഒരു ചോദ്യമുയരുന്നു: ആരാണീ ജീവി? ഇതൊരു മൃഗമാണോ?
അതോ പരിണാമത്തിൽ മനുഷ്യന്റെ കൂടെ എത്താൻ കഴിയാതെ പോയ വംശനാശം സംഭവിച്ചുവെന്ന് നാം കരുതുന്ന നമ്മുടെ പൂർവികരിൽ ആരെങ്കിലുമാണോ? നിയാണ്ടർഥാൽ മനുഷ്യർ മരിച്ചില്ലേ? അതോ ഹിമാലയത്തിന്റെ ഈ കൊടും തണുപ്പിൽ ആരും കടന്നു ചെല്ലാത്ത ഗുഹകളിൽ അവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിപ്പോയ പലരും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. അല്ലെങ്കിൽ തിരിച്ചു വന്നവർക്ക് പറയാൻ ഭ്രാന്തമായ കഥകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രേഖപ്പെടുത്തപ്പെട്ട ആദ്യകാല സാക്ഷ്യങ്ങൾ. നാം ഇപ്പോൾ നിൽക്കുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ പാതി വഴിയിലാണ്. ടിബറ്റിലെയും നേപ്പാളിലെയും ഗ്രാമീണരുടെ വാമൊഴി കഥകൾക്കപ്പുറം പാശ്ചാത്യ ലോകം ആദ്യമായി ഈ രഹസ്യത്തെ ഗൗരവമായി കാണാൻ തുടങ്ങിയ കാലം. ബ്രിട്ടീഷ് ഇന്ത്യ. ഭൂപടങ്ങളിൽ വരയ്ക്കപ്പെടാത്ത ഇടങ്ങൾ തേടിയിറങ്ങിയ ഉദ്യോഗസ്ഥരുടെ കാലം. അവർക്ക് ഹിമാലയം ഒരു അത്ഭുതമായിരുന്നില്ല, മറിച്ച് അളന്ന് തിട്ടപ്പെടുത്തേണ്ട ഒരു ഭൂപ്രദേശം മാത്രമായിരുന്നു. പക്ഷേ ആ അളവുകോലുകൾക്കപ്പുറമായിരുന്നു അവിടെ പതിയിരുന്ന സത്യങ്ങൾ. 1832-ലാണ് ഇതിനെക്കുറിച്ചുള്ള ആദ്യത്തെ ഔദ്യോഗിക രേഖ, ഒഫീഷ്യൽ റിപ്പോർട്ട് പുറത്തുവരുന്നത്. B.H. ഹോഡ്ജസൺ, നേപ്പാളിലെ ബ്രിട്ടീഷ് റെസിഡന്റായിരുന്നു അദ്ദേഹം. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന് അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടിൽ ഒരു വിചിത്രമായ സംഭവം വിവരിക്കുന്നുണ്ട്. സംഭവം ഇങ്ങനെയാണ്. ഹോഡ്ജസൺ തന്റെ വേട്ടക്കാരെ, ലോക്കൽ ഹണ്ടേഴ്സിനെ വടക്കൻ നേപ്പാളിലെ വനമേഖലയിലേക്ക് അയച്ചു. അവർ സാധാരണക്കാരായ വേട്ടക്കാരായിരുന്നില്ല. കടുവകളെയും പുലികളെയും നേരിട്ട് ശീലിച്ച ഭയമെന്തെന്നറിയാത്ത മനുഷ്യർ. പക്ഷേ വൈകുന്നേരമായപ്പോൾ അവർ തിരിച്ചെത്തി, കിതച്ചുകൊണ്ട്, വിയർത്തുകൊണ്ട്, ഭയത്താൽ വിറച്ചുകൊണ്ട്. അവർ ഹോഡ്ജസിനോട് പറഞ്ഞു, പ്രഭു, ഞങ്ങളൊരു രാക്ഷസനെ കണ്ടു. അവർ വിവരിച്ചതിങ്ങനെയാണ്. ഇരുണ്ട തവിട്ടു നിറമുള്ള രോമങ്ങൾ നിറഞ്ഞ ശരീരം, വാലില്ലാത്ത രൂപം, മനുഷ്യനെപ്പോലെ 2 കാലിൽ നടക്കുന്നു, പക്ഷേ മനുഷ്യനേക്കാൾ ഉയരം. അത് കാട്ടിലൂടെ നടന്നുപോയപ്പോൾ പക്ഷികൾ പോലും നിശബ്ദമായി. ഹോഡ്ജസൺ ആദ്യം കരുതിയത് അതൊരു ഒറാങ്കുട്ടാനായിരിക്കുമെന്നാണ്. പക്ഷേ ഹിമാലയത്തിൽ ഒറാങ്കുട്ടാനുകൾ ഇല്ലെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. പിന്നെ വേട്ടക്കാർ കണ്ടതെന്താണ്? ഭയം കൊണ്ട് അവർക്ക് തോന്നിയ വിഭ്രാന്തിയായിരുന്നോ? അതോ കാട്ടിലെ നിഴലുകൾ അവരെ കബളിപ്പിച്ചതോ? ഹോഡ്ജസൺ ആ റിപ്പോർട്ട് അവസാനിപ്പിച്ചത് ഒരു ചോദ്യചിഹ്നത്തോടെയാണ്. അതൊരു തുടക്കം മാത്രമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. 1889-ൽ മേജർ L.A. വാഡൽ എന്ന ബ്രിട്ടീഷ് ആർമി ഓഫീസർ സിക്കിമിലെ ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്തു. 17,000 അടി ഉയരം, ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുന്ന മരങ്ങൾ പോലും വളരാത്ത പ്രദേശം. അവിടെ മഞ്ഞിൽ തെളിഞ്ഞുകിടക്കുന്ന വമ്പൻ കാൽപ്പാടുകൾ അദ്ദേഹം കണ്ടു. അദ്ദേഹം തന്റെ ഡയറിയിൽ കുറിച്ചു, ഈ പാദമുദ്രകൾ കരടിയുടേതല്ല, ഇതിന്റെ ഘടന മനുഷ്യന്റേതാണ്. പക്ഷേ വലിപ്പം, അത് അവിശ്വസനീയമാണ്. അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ടിബറ്റൻ പോർട്ടർമാർ ആ പാദമുദ്രകൾ കണ്ടതും നിലവിളിക്കാൻ തുടങ്ങി. അവർ പ്രാർത്ഥിച്ചു. വാഡൽ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? അവർ മറുപടി നൽകി, ഇത് മലദൈവത്തിന്റെ കാവൽക്കാരനാണ്. ഇതിനെ പിന്തുടർന്നാൽ നമ്മൾ തിരികെ വരില്ല. വാഡൽ ആ മുന്നറിയിപ്പ് അവഗണിച്ചു. അദ്ദേഹം ആ കാൽപ്പാടുകളെ പിന്തുടർന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ കാൽപ്പാടുകൾ ഒരഗാധമായ ഗർത്തത്തിന്റെ വക്കിലെത്തി അപ്രത്യക്ഷമായി. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ കാണുന്നത് കറുത്തിരുണ്ട അന്ധകാരം മാത്രം. ആ നിമിഷം ആ കൊടും തണുപ്പിലും വാഡലിന്റെ മുതുകിലൂടെ ഒരു തണുപ്പരിച്ചു കയറി. യുക്തിയും ശാസ്ത്രവും പറയുന്ന ബ്രിട്ടീഷ് ഓഫീസർക്ക് ആദ്യമായി തോന്നി, താനിവിടെ സ്വാഗതം ചെയ്യപ്പെടാത്ത അതിഥിയാണെന്ന്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഇത്തരം റിപ്പോർട്ടുകൾ യാത്രാവിവരണങ്ങൾ മാത്രമായിരുന്നു. ആരും അത് പൂർണ്ണമായി വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ 20-ാം നൂറ്റാണ്ട് പിറന്നതോടെ എല്ലാം മാറി. ഹിമാലയം ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി. എവറസ്റ്റ് കീഴടക്കാനുള്ള മത്സരങ്ങൾ തുടങ്ങി. അതോടെ അതുവരെ മലമുകളിൽ ഒളിച്ചിരുന്ന ആ രഹസ്യം ക്യാമറ കണ്ണുകൾക്ക് മുന്നിലേക്ക് വരാൻ തുടങ്ങി. ഹിമാലയത്തിലെ അതിഭയങ്കര മഞ്ഞുമനുഷ്യൻ എന്ന പേരിന്റെ ഉത്ഭവം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അബോമിനബിൾ സ്നോമാൻ അഥവാ അതിഭയങ്കര മഞ്ഞുമനുഷ്യൻ എന്ന പേര് എങ്ങനെയാണ് വന്നതെന്ന്? ആ പേരിന് പിന്നിൽ ഒരു തെറ്റിദ്ധാരണയുടെ കഥയുണ്ട്. 1921 ബ്രിട്ടീഷ് മൗണ്ട് എവറസ്റ്റ് റെക്കഗ്നൈസൻസ് എക്സ്പെഡിഷൻ. ഇതിന്റെ തലവൻ ലഫ്റ്റനന്റ് കേണൽ ചാൾസ് ഹോവാർഡ് ബറി. അവർ എവറസ്റ്റിന്റെ വടക്കൻ ഭാഗത്തുള്ള ലാക്പാ ലാ എന്ന ചുരം കടക്കുകയായിരുന്നു. 21,000 അടി ഉയരം. അവിടെ മഞ്ഞുപരപ്പിൽ അവർ വിചിത്രമായ ഒരു കൂട്ടം കാൽപ്പാടുകൾ കണ്ടു. ഒരു മനുഷ്യൻ നഗ്നപാതനായി നടന്നതുപോലെ. കൂടെയുണ്ടായിരുന്ന ശർപ്പകൾ ഭയത്തോടെ പറഞ്ഞു, ഇത് മെത്തോഹ് കാങ്മിയാണ്. ഇവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. മെത്തോഹ് എന്ന വാക്കിനർത്ഥം
മനുഷ്യൻ കരടി എന്നാണ്. കാങ്മി എന്നാൽ മഞ്ഞു മനുഷ്യൻ. ചുരുക്കത്തിൽ മഞ്ഞു മനുഷ്യ കരടി എന്ന് ലളിതമായ അർത്ഥം. എന്നാൽ ഈ വിവരം കൽക്കത്തയിലെ ടെലഗ്രാഫ് ഓഫീസിലെത്തി. അവിടെ വെച്ച് ഹെൻറി ന്യൂമാൻ എന്ന പത്രപ്രവർത്തകൻ ഷെർപ്പകളുമായി സംസാരിച്ചു. മെത്തോഹ് എന്ന വാക്കിനെ അദ്ദേഹം തെറ്റായി വിവർത്തനം ചെയ്തു. ടിബറ്റൻ ഭാഷയിലെ വൃത്തികെട്ട അല്ലെങ്കിൽ ഭയങ്കരമായ എന്നർത്ഥം വരുന്ന വാക്കാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. അങ്ങനെ അദ്ദേഹം ടെലഗ്രാം അയച്ചു. അടുത്ത ദിവസം രാവിലെ ലണ്ടനിലെ പത്രങ്ങളിൽ തലക്കെട്ട് വന്നു: ദി അബോമിനബിൾ സ്നോമാൻ ഫൗണ്ട് ഇൻ ഹിമാലയാസ്. ലോകം ഞെട്ടി. അതുവരെ ഹിമാലയം വെറുമൊരു മഞ്ഞുമലയായിരുന്നു. അതോടെ അതൊരു ദുരൂഹതയുടെ കൂടാരമായി മാറി. അമേരിക്കയിലും യൂറോപ്പിലും യതിയെക്കുറിച്ചുള്ള സിനിമകളും നോവലുകളും ഇറങ്ങി. യതിയെ പിടിക്കാൻ തോക്കുകളുമായി വേട്ടക്കാർ കാഠ്മണ്ഡുവിലേക്കൊഴുകി. അവർ മലകയറിയത് ശാന്തത തേടിയല്ല, മറിച്ച് വെടിവെച്ചിടാനൊരിരയെ തേടി. ഈ ബഹളങ്ങൾക്കിടയിലും ഹിമാലയം നിശബ്ദമായിരുന്നു. വിദേശികൾ കൊണ്ടുവന്ന ക്യാമറകൾക്കോ തോക്കുകൾക്കോ ആ ജീവിയെ കണ്ടെത്താനായില്ല. പക്ഷേ പർവ്വതാരോഹകർക്ക് പലപ്പോഴും തോന്നിയിരുന്നു തങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന്. പ്രത്യേകിച്ച് 1925 നടന്ന സംഭവം. എൻ.എ. ടോംബാസി, റോയൽ ജിയോഗ്രാഫിക്കൽ സൊസൈറ്റിയുടെ ഫോട്ടോഗ്രാഫർ, ജമ്മു ഹിമാനിയിൽ വെച്ച് അദ്ദേഹം അത് കണ്ടു. ഏകദേശം 300 വാര അകലെ കറുത്ത രൂപം. അതൊരു മരത്തിൽ നിന്ന് വേരുകൾ പറിച്ചെടുക്കുന്നു. ടോംബാസി ബൈനോക്കുലറിലൂടെ നോക്കി. അദ്ദേഹം ഞെട്ടിപ്പോയി. അതിന്റെ രൂപം മനുഷ്യന്റേതുപോലെയായിരുന്നു. നിവർന്നു നിൽക്കുന്നു. വസ്ത്രങ്ങളില്ല, പക്ഷേ ശരീരം മുഴുവൻ രോമങ്ങളായിരുന്നു. ഇടയ്ക്കിടയ്ക്കത് നിവർന്നു നിന്ന് ചുറ്റും നോക്കുന്നു. ടോംബാസി വിളിച്ചുകൂവി. ശബ്ദം കേട്ടതും ആ രൂപം ഓടിമറഞ്ഞു. പക്ഷെ കരടിയെപ്പോലെയല്ല ഓടിയത്. ഒരു മനുഷ്യൻ കുറ്റിക്കാട്ടിലേക്ക് ഓടിമറയുന്നതുപോലെ അത് അപ്രത്യക്ഷമായി. അവർ അവിടെ ഓടിയെത്തി. അവിടെ കണ്ട കാൽപ്പാടുകൾക്ക് 6 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുമുണ്ടായിരുന്നു. ഏറ്റവും വിചിത്രമായ കാര്യം അതല്ല, ആ ജീവി പറിച്ചെടുത്ത വേരുകൾ, അഥവാ റൊഡോഡെൻഡ്രോൺ റൂട്ട്സ്, അവിടെ ചിതറിക്കിടക്കുന്നു. കരടികൾ വേരുകൾ തിന്നാറുണ്ട്. പക്ഷെ വേരുകൾ പറിച്ചെടുത്ത് മണ്ണ് കുടഞ്ഞുകളഞ്ഞ് തുലി കളഞ്ഞ് വൃത്തിയായി അടുക്കി വയ്ക്കാൻ കരടികൾക്കറിയില്ല. അതൊരു ബുദ്ധിയുള്ള ജീവിയുടെ പ്രവൃത്തിയായിരുന്നു. ടോംബാസിയുടെ റിപ്പോർട്ട് പാശ്ചാത്യ ലോകത്തെ വീണ്ടും ഇളക്കിമറിച്ചു. ഇതൊരു മരുത്തുമല്ല, ഇതൊരു മനുഷ്യനുമല്ല, ഇത് രണ്ടിനുമിടയിലുള്ള നമുക്ക് നഷ്ടപ്പെട്ട ഏതോ കണ്ണിയാണ്. പക്ഷേ ഈ വാർത്തകൾ പത്രങ്ങളിൽ നിറയുമ്പോഴും യഥാർത്ഥ ഭയം അനുഭവിച്ചത് പർവ്വതാരോഹകരാണ്. ക്യാമറകളില്ലാത്ത, സാക്ഷികളില്ലാത്ത ഏകാന്തമായ രാത്രികളിൽ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് കെട്ടുകഥകളല്ല, ജീവിതം പണയം വച്ച് മല കയറിയ, ലോകമാദരിക്കുന്ന പ്രശസ്തരായ പർവ്വതാരോഹകരുടെ അനുഭവങ്ങളാണ്. ഇവർ പ്രശസ്തിക്കുവേണ്ടി കള്ളം പറയുന്നവരല്ല. അവരുടെ വാക്കുകളിൽ ഭയത്തിൻ്റെ തണുപ്പുണ്ട്. നമുക്ക് 1948 പോകാം. സിക്കിമിലെ മലനിരകൾ. 2 നോർവീജിയൻ എഞ്ചിനീയർമാർ, ആജ് തോർബർഗ്, ജാൻ ഫ്രോസ്റ്റസ്. ഇവർ യുറേനിയം നിക്ഷേപം തേടി വന്നതാണ്. ഒരു ദിവസം കാടിനുള്ളിൽ വെച്ച് പെട്ടെന്ന് 2 വലിയ രൂപങ്ങൾ അവരുടെ മുന്നിൽ ചാടി വീണു. തോർബർഗിൻ്റെ വാക്കുകളിൽ, അവറ്റകൾക്ക് മനുഷ്യൻ്റെ മുഖമായിരുന്നു, പക്ഷെ നീളമുള്ള മുടിയും കുഴിഞ്ഞ കണ്ണുകളും. ഒന്നെന്നെ പിടിക്കാൻ കൈ നീട്ടി. അതിൻ്റെ കൈകളിൽ വലിയ നഖങ്ങളുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പിസ്റ്റളെടുത്ത് ആകാശത്തേക്ക് വെടിവെച്ചു. വെടിയൊച്ച കേട്ടതും ആ രൂപങ്ങൾ അലറിക്കൊണ്ട് കാട്ടിലേക്ക് ഓടിപ്പോയി. എന്നാൽ ആ അലർച്ച, അതൊരു മൃഗത്തിൻ്റേതായിരുന്നില്ല. വേദനയും ദേഷ്യവും നിറഞ്ഞ ഒരു മനുഷ്യൻ്റെ നിലവിളി പോലെയായിരുന്നു അത്. ആ 2 എഞ്ചിനീയർമാരും ഉടൻ തന്നെ ആ പ്രദേശം വിട്ടു. പിന്നീട് ഒരിക്കലും അവർ ഹിമാലയത്തിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. പക്ഷേ ഇതിനേക്കാൾ വിശ്വസനീയവും ഭയാനകവുമായ അനുഭവമുണ്ടായത് 1970-ലാണ്. ബ്രിട്ടീഷ് പർവ്വതാരോഹകനായ ഡോൺ വില്ലൻസ് അന്നപൂർണ പർവ്വതം കയറുകയാണ് അദ്ദേഹം. അന്നപൂർണ എവറസ്റ്റിനേക്കാൾ അപകടകാരിയാണ്. അവിടെ ഓരോ ചുവടും മരണമാണ്. രാത്രി സമയം വില്ലൻസ് തൻ്റെ ടെന്റിലിരിക്കുകയായിരുന്നു. പുറത്ത് കനത്ത നിലാവ്. പെട്ടെന്ന് അദ്ദേഹം ഒരു ശബ്ദം കേട്ടു. ആരോ മഞ്ഞിലൂടെ നടക്കുന്നു. മൃദുവായ എന്നാൽ ഭാരമുള്ള കാലടികൾ. ക്രഞ്ച്, ക്രഞ്ച്, ക്രഞ്ച്. വില്ലൻസ് തൻ്റെ തല പുറത്തേക്കിട്ടു. ദൂരെ മഞ്ഞുപരപ്പിൽ കറുത്ത ഒരു രൂപം നീങ്ങുന്നു. അദ്ദേഹം തൻ്റെ ബൈനോക്കുലർ എടുത്തു. രാത്രിയുടെ വെളിച്ചത്തിൽ അദ്ദേഹം കണ്ട കാഴ്ച,
അദ്ദേഹത്തെ മരവിപ്പിച്ചു. 4 കാലിൽ നടക്കുന്ന ഒരു മൃഗമല്ല അത്. അതൊരു ജീവിയാണ്. അത് മഞ്ഞിലൂടെ ഇഴയുന്നു, ഇടയ്ക്കെഴുന്നേറ്റ് നിൽക്കുന്നു. അത് ക്യാമ്പിന് നേരെ നോക്കുന്നുണ്ടായിരുന്നു. വില്ലൻസ് ആ രാത്രി മുഴുവൻ ഉറങ്ങിയില്ല. പിറ്റേന്ന് രാവിലെ അദ്ദേഹം ആ കാൽപ്പാടുകൾ പരിശോധിച്ചു. അത് മനുഷ്യന്റെ കാൽപ്പാടുകൾ പോലെയായിരുന്നു. പക്ഷേ ആ രാത്രിയിലെ ഏറ്റവും ഭീകരമായ കാര്യം അതല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഷെർപ്പകൾ അത് കണ്ടിരുന്നു. അവർ പറഞ്ഞു, സാഹിബ്, അത് യതിയാണ്. അവൻ വരുന്നത് ഭക്ഷണം തേടിയല്ല, ആത്മാക്കളെ തേടിയാണ്. അതേ പര്യവേക്ഷണത്തിനിടെ വില്ലൻസിന്റെ സഹയാത്രികർക്കും സമാനമായ അനുഭവമുണ്ടായി. രാത്രിയിൽ ടെന്റിനു മുകളിൽ ആരോ കൈകൊണ്ട് തടവുന്ന ശബ്ദം, വലിയ ശ്വാസോച്ഛ്വാസം, ഒരു മൃഗത്തിന്റെ മണം, പഴകിയ മാംസത്തിന്റെയും നനഞ്ഞ രോമത്തിന്റെയും മണം. പുറത്തിറങ്ങി നോക്കുമ്പോൾ ആരുമില്ല, വെറും പാദമുദ്രകൾ മാത്രം. ആ പാദമുദ്രകൾ ടെന്റിന് ചുറ്റും വട്ടം കറങ്ങിയിട്ടുണ്ട്. അതായത് ആ ജീവി അവരെ നിരീക്ഷിക്കുകയായിരുന്നു. അവരുറങ്ങുന്നതുവരെ കാത്തു നിൽക്കുകയായിരുന്നു. ഇവിടെ ഒരു ചോദ്യമുയരുന്നു. എന്താണ് ഈ ജീവികൾക്ക് വേണ്ടത്? ഇവർ വേട്ടക്കാരാണോ അതോ വെറും നിരീക്ഷകരാണോ? സ്ലാവോമിർ റാവിക് എന്ന പോളിഷ് തടവുകാരന്റെ കഥ ഇതിലും വിചിത്രമാണ്. 1941 സൈബീരിയൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ഹിമാലയം വഴി ഇന്ത്യയിലേക്ക് നടന്ന ആ മനുഷ്യൻ. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ മണിക്കൂറുകളോളം അവരെ കണ്ടു. 2 പേർ. അവർ മഞ്ഞിലിരിക്കുകയായിരുന്നു. ഞങ്ങളെ അവർ കണ്ടു, പക്ഷേ അവർ അനങ്ങിയില്ല. അവർക്ക് ഞങ്ങളോട് കൗതുകമായിരുന്നു, പക്ഷേ ഭയമില്ലായിരുന്നു. ആധുനിക പർവ്വതാരോഹകർ പലരും സമ്മതിക്കാത്ത, എന്നാൽ സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 8000 മീറ്ററിന് മുകളിൽ ഓക്സിജൻ കുറഞ്ഞ, മസ്തിഷ്കം മരവിച്ചു പോകുന്ന ഡെത്ത് സോണിൽ പലപ്പോഴും അവർക്ക് തോന്നിയിട്ടുണ്ട് തങ്ങളുടെ തൊട്ടു പിന്നാലെ ആരോ നടക്കുന്നുവെന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല. ഇതിനെ ശാസ്ത്രം തേർഡ് മാൻ സിൻഡ്രോം എന്ന് വിളിക്കും. ഓക്സിജൻ കുറയുമ്പോൾ തലച്ചോറ് കാണിക്കുന്ന മായാകാഴ്ച. പക്ഷേ എല്ലാ മായാകാഴ്ചകളും മഞ്ഞുപരപ്പിൽ പാദമുദ്രകൾ അവശേഷിപ്പിക്കാറുണ്ടോ? ഇല്ലാത്തയൊരാൾക്ക് എങ്ങനെയാണ് മഞ്ഞുപാളികൾക്ക് മുകളിൽ ഭാരമുള്ള കാലടികൾ പതിപ്പിക്കാൻ കഴിയുക? അടുത്ത അധ്യായത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആ പാദമുദ്രകളിലേക്കാണ്, അവിടെ നിന്ന് കിട്ടിയ രോമങ്ങളിലേക്കാണ്. ശാസ്ത്രം പരീക്ഷണശാലയിൽ വെച്ച തെളിവുകൾ പരിശോധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? DNA ഫലങ്ങൾ എന്തായിരുന്നു? അവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ് കാത്തിരിക്കുന്നത്. ഫുട്പ്രിന്റ്സ്, ഹെയർ, DNA തെളിവുകൾ സംസാരിക്കുമ്പോൾ കഥകളിൽ നിന്ന് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. യതി എന്നത് വെറുമൊരു തോന്നലല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് മുന്നോട്ട് വയ്ക്കാൻ ചില വസ്തുക്കളുണ്ട്. ഹിമാലയത്തിന്റെ മരവിച്ച മണ്ണിൽ നിന്ന് ലഭിച്ച ചില അവശിഷ്ടങ്ങൾ. ഏറ്റവും പ്രശസ്തമായതും എന്നാൽ ഏറ്റവും ദുരൂഹമായതുമായ തെളിവ് വരുന്നത് നേപ്പാളിലെ ഒരു ബുദ്ധവിഹാരത്തിൽ നിന്നാണ്. പാങ് ബൊച്ചെ കൈ. 1950കളുടെ അവസാനം പീറ്റർ ബയേൺ എന്ന പര്യവേക്ഷകൻ യതിയെ തേടി ഹിമാലയത്തിൽ അലയുകയായിരുന്നു. പാങ് ബൊച്ചെ മൊനാസ്ട്രിയിലെ ലാമമാർ കയ്യിലൊരു അമൂല്യ വസ്തുവുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞു. ഒരു കൈപ്പത്തി. മനുഷ്യൻ്റേതുപോലെ ഉണ്ട്, പക്ഷെ മനുഷ്യൻ്റേതല്ല. കറുത്ത, ഉണങ്ങിയ ചർമ്മം, നീളമുള്ള വിരലുകൾ, വളഞ്ഞ നഖങ്ങൾ. ആ കൈപ്പത്തി കാണാൻ ബയൺ അനുവാദം ചോദിച്ചു. ലാമമാർ അത് പുറത്തെടുത്തു. പൊടിപിടിച്ച ഒരു തുണിയിൽ പൊതിഞ്ഞ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കൈ. ബയൺ അത് പരിശോധിച്ചു. അതൊരു മനുഷ്യന്റെ കൈയേക്കാൾ വലുതാണ്, എന്നാൽ ഒരു കുരങ്ങന്റെ കൈ പോലെയുമല്ല. അദ്ദേഹം അത് ലണ്ടനിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു, പക്ഷെ ലാമമാർ സമ്മതിച്ചില്ല. ഇത് ക്ഷേത്രത്തിലെ വിശുദ്ധ വസ്തുവാണ്. ഇത് പുറത്തുപോയാൽ ഗ്രാമത്തിന് ആപത്ത് വരും. ബയൺ ഒരു തന്ത്രം പ്രയോഗിച്ചു. അദ്ദേഹം ആ കൈപ്പത്തിയിലെ ഒരു വിരൽ മാത്രം രഹസ്യമായി മുറിച്ചെടുത്തു. പകരം ഒരു മനുഷ്യന്റെ വിരൽ അവിടെ വെച്ചുപിടിപ്പിച്ചു. ഈ മോഷ്ടിച്ച വിരൽ ലണ്ടനിലേക്ക് കടത്തിയത് ആരെന്നാണോ? ഹോളിവുഡ് നടൻ ജെയിംസ് സ്റ്റുവർട്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടിവസ്ത്രങ്ങൾ സൂക്ഷിക്കുന്ന പെട്ടിയിൽ ഒളിപ്പിച്ചാണ് ആ യതിവിരൽ ഇന്ത്യയുടെ അതിർത്തി കടത്തിയത്. ലണ്ടനിലെ ലാബിൽ വെച്ച് ശാസ്ത്രജ്ഞർ ആ വിരൽ പരിശോധിച്ചു. റിസൾട്ട് എന്തായിരുന്നു? അതൊരു മനുഷ്യൻ്റേതല്ല, അതൊരു കുരങ്ങൻ്റേതല്ല. പിന്നെ അത് ആരുടേതാണ്? നിയർ ഹ്യൂമൻ എന്നായിരുന്നു ആദ്യത്തെ നിഗമനം. എന്നാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നടന്ന പരിശോധനകളിൽ അത് മനുഷ്യൻ്റേത് തന്നെയാണെന്നും അല്ല ഒരുതരം വന്യജീവിയുടേതാണെന്നും മാറി മാറി റിപ്പോർട്ടുകൾ വന്നു. ആ കൈപ്പത്തി ഇന്നും ശാസ്ത്രലോകത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. 2014
ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്ത ജനിതക ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ബ്രയാൻ സൈക്സ് ഒരു വെല്ലുവിളി ഏറ്റെടുത്തു. യതിയുടേതെന്ന് പറയപ്പെടുന്ന എല്ലാ സാമ്പിളുകളും എനിക്ക് തരൂ, ഞാൻ DNA ടെസ്റ്റ് നടത്താം. ഹിമാലയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച രോമങ്ങൾ, ഹെയർ സാമ്പിൾസ് അദ്ദേഹത്തിന് ലഭിച്ചു. ഭൂട്ടാനിലെ കാടുകളിൽ നിന്ന് ലഭിച്ച മുടി, ലഡാക്കിലെ ഗുഹകളിൽ നിന്ന് ലഭിച്ച രോമം. എല്ലാവരും കാത്തിരുന്നു. യതി എന്ന മിത്ത് പൊളിയുമോ, അതോ അതൊരു സത്യമാണെന്ന് തെളിയുമോ? റിസൾട്ട് വന്നപ്പോൾ ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ആ സാമ്പിളുകളിലെ DNA ഇന്നുള്ള ഒരു മൃഗവുമായും യോജിക്കുന്നില്ല. എന്നാൽ 40,000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്ന, വംശനാശം സംഭവിച്ചു എന്ന് കരുതുന്ന ഒരുതരം ധ്രുവക്കരടിയുടെ DNAയുമായി അതിന് അത്ഭുതകരമായ സാമ്യമുണ്ടായിരുന്നു. ശാസ്ത്രജ്ഞർ തലപുകച്ചു. ഇതിന്റെ അർത്ഥമെന്താണ്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയെന്ന് കരുതുന്ന ഒരു ഭീമൻ കരടിവർഗം ഹിമാലയത്തിലെ മഞ്ഞുമലകളിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ? അതോ ധ്രുവക്കരടിയും തവിടുകരടിയും ചേർന്നുണ്ടായ ഒരു പുതിയ സങ്കരയിനമാണോ ഈ യതി? ഈ തിയറിക്കൊരു കുഴപ്പമുണ്ട്. കരടികൾ 4 കാലിൽ നടക്കുന്നവരാണ്. പക്ഷേ ദൃക്സാക്ഷികളെല്ലാം പറയുന്നത് 2 കാലിൽ നടക്കുന്ന ജീവിയെക്കുറിച്ചാണ്. ഒരു കരടിക്ക് അല്പനേരം 2 കാലിൽ നിൽക്കാം, പക്ഷെ മൈലുകളോളം ദൂരം മനുഷ്യനെപ്പോലെ നടക്കാൻ ഒരു കരടിക്കും കഴിയില്ല. അപ്പോൾ DNA റിസൾട്ട് കള്ളം പറയുകയാണോ? അതോ കരടിയുടെ DNA ഉള്ള എന്നാൽ കരടിയല്ലാത്ത മറ്റൊരു ജീവി അവിടെയുണ്ടോ? മറ്റൊരു സാമ്പിൾ പരിശോധിച്ചപ്പോൾ കിട്ടിയ റിസൾട്ട് ഇതിലും വിചിത്രമായിരുന്നു. അൺനോൺ, അതായത് ലോകത്തുള്ള ഒരു ജീവിയുമായും മാച്ചാകാത്ത DNA. ശാസ്ത്രത്തിന് ഉത്തരം മുട്ടിയ നിമിഷം. നമ്മൾ പഠിച്ച പുസ്തകങ്ങളിലില്ലാത്ത, നമ്മൾ വരച്ച ഭൂപടങ്ങളിൽ പെടാത്ത എന്തോ ഒന്ന് നമ്മുടെ തൊട്ടടുത്ത് ആ മലനിരകളിൽ ശ്വാസമെടുക്കുന്നുണ്ട്. സർവൈവർ സ്റ്റോറീസ്. ജീവനോടെ ബാക്കിയായവർ. ശാസ്ത്രം പരീക്ഷണശാലയിൽ തർക്കിക്കട്ടെ, പക്ഷേ ആ മലമുകളിൽ ആ ജീവിയുടെ മുന്നിൽ പെട്ടുപോയവർക്ക് തർക്കിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അവർക്ക് ഓടാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ഇനി പറയാൻ പോകുന്നത് ഹിമാലയൻ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ, രക്തരൂക്ഷിതമായൊരു സംഭവമാണ്. ദ മച്ചർമോ ഇൻസിഡന്റ്. 1974. 1974 ജൂലൈ മാസം. എവറസ്റ്റ് മേഖലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് മച്ചർമോ. ലാക്പ ഡോമ എന്ന 19 വയസ്സുകാരിയായ ഷെർപ്പ പെൺകുട്ടി. അവൾ തന്റെ യാക്കുകളെ മേയ്ക്കാൻ മലമുകളിലേക്ക് പോയതാണ്. ഹിമാലയൻ വൈകുന്നേരങ്ങളുടെ നിശബ്ദതയിൽ അവളൊരു അരുവിക്കരികിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് യാക്കുകൾ അസ്വസ്ഥരാകാൻ തുടങ്ങി. അവ വരിവരിയായി നിന്ന് വിറയ്ക്കുന്നു. ചിലത് കയർ പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. ലാക്പ ചുറ്റും നോക്കി. അകലെ ഒരു വലിയ പാറയുടെ മുകളിൽ നിന്ന് എന്തോ ഒന്ന് താഴേക്ക് ചാടി. ആദ്യം അവൾ കരുതിയത് അതൊരു കറുത്ത പുലിയാണെന്നാണ്. പക്ഷേ അത് എഴുന്നേറ്റു നിന്നു. ഏകദേശം 5 അടി ഉയരം. മനുഷ്യനെപ്പോലെ ഘടന. ശരീരം മുഴുവൻ ചുവപ്പും കറുപ്പും കലർന്ന രോമങ്ങൾ. മുഖത്ത് മനുഷ്യൻ്റേതുപോലെയല്ല, മറിച്ച് ഒരു മൃഗത്തിന്റെ ക്രൂരത. അവൾ അനങ്ങാൻ കഴിയാതെ തറഞ്ഞുപോയി. ആ ജീവി നേരെ അവളുടെ അടുത്തേക്ക് വന്നില്ല. പകരം അത് ഏറ്റവും വലിയ ഒരു യാക്കിന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. ആ വലിയ മൃഗത്തിന്റെ കൊമ്പുകളിൽ പിടിച്ച് നിസ്സാരമായി അതിനെ വട്ടം കറക്കി. ഒരു പാവക്കുട്ടിയെ എന്ന പോലെ ആ ഭീമൻ യാക്കിനെ അത് അടിച്ചുകൊന്നു. യാക്കിന്റെ നട്ടെല്ലൊടിയുന്ന ശബ്ദം ആ താഴ്വരയിൽ മുഴങ്ങി. ലാക്പയുടെ നിലവിളി തൊണ്ടയിൽ കുടുങ്ങി. ആ ജീവി രക്തം രുചിച്ചു. പിന്നീടത് ലാക്പയുടെ നേരെ തിരിഞ്ഞു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടം അത് വെറുമൊരു മൃഗത്തിന്റെ നോട്ടമായിരുന്നില്ല. അതിലൊരുതരം ബുദ്ധിയുണ്ടായിരുന്നു. ഇരയെ അളക്കുന്ന വേട്ടക്കാരന്റെ നോട്ടം. ആ ജീവി അവളെ ആക്രമിച്ചു. അവളെ എടുത്ത് ദൂരേക്കെറിഞ്ഞു. അവൾ ബോധരഹിതയായി വീണു. ഭാഗ്യം കൊണ്ട് ഒരു അരുവിയിലേക്കാണ് അവൾ വീണത്. തണുത്ത വെള്ളം ദേഹത്ത് വീണപ്പോൾ അവൾക്ക് ബോധം വന്നു. കണ്ണു തുറക്കുമ്പോൾ ആ ജീവി അവിടെയില്ല. പക്ഷേ ചുറ്റും 3 യാക്കുകൾ ചത്തുകിടക്കുന്നു. അവയുടെ കഴുത്ത് ഒടിക്കപ്പെട്ടിരിക്കുന്നു. ചിലതിന്റെ ശരീരം കീറിമുറിച്ചിരിക്കുന്നു. ലാക്പ ഗ്രാമത്തിലേക്ക് ഓടി. പോലീസെത്തി. അവർ ആ സ്ഥലത്ത് പരിശോധന നടത്തി. അവിടെ കണ്ട കാൽപ്പാടുകൾ. അതെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പാദമുദ്രകൾ. പോലീസ് റിപ്പോർട്ടിൽ ഇന്നും ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കുകളെ കൊന്നത് ഒരു പുലിയല്ല, കരടിയല്ല, കൈകളുപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ കഴിവുള്ള ഒരു ജീവി. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. 1998 ഫ്രഞ്ച് പർവ്വതാരോഹകനായ ജീൻ പോൾ നേരിട്ട അനുഭവം ഇതിലും ഭീകരമാണ്. ലാങ്ടാങ് മേഖലയിൽ ട്രെക്കിംഗ് നടത്തുകയായിരുന്നു അദ്ദേഹം. കൂട്ടം തെറ്റി ഒറ്റയ്ക്കായി പോയൊരു രാത്രി. അദ്ദേഹം ഒരു ചെറിയ ഗുഹയിൽ അഭയം തേടി. രാത്രിയിൽ ഗുഹയുടെ പുറത്തുനിന്ന് ശ്വാസോച്ഛ്വാസം കേട്ടു. കനത്ത നനഞ്ഞ ശ്വാസം. അദ്ദേഹം ടോർച്ച് തെളിച്ചു. ഗുഹയുടെ വാതിലിൽ ഏകദേശം 7 അടി ഉയരമുള്ള ഒരു നിഴൽ. ലൈറ്റ് കണ്ടതും ആ ജീവി അലറി.
ആ അലർച്ച ഗുഹയ്ക്കുള്ളിൽ മുഴങ്ങി. ജീൻ പോളിന്റെ ചെവികൾ തകർന്നുപോകുമെന്ന് തോന്നി. അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമ്പ് ഫയർ സ്റ്റിക്ക് എടുത്ത് വീശി. ആ ജീവി പിന്മാറി. പക്ഷെ പോയില്ല. രാത്രി മുഴുവൻ അത് ഗുഹയ്ക്ക് പുറത്ത് കാത്തുനിന്നു. ഇടയ്ക്കിടെ കല്ലുകൾ വലിച്ചെറിഞ്ഞു. ജീൻ പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നേരം വിളിപ്പിച്ചു. രാവിലെ നോക്കുമ്പോൾ ഗുഹയുടെ കവാടത്തിനു ചുറ്റും 100 കണക്കിനു കാൽപ്പാടുകൾ. അതൊരു ഉപരോധമായിരുന്നു. അത് വെറുതെ നടന്നുപോരതല്ല, അതവനെ വേട്ടയാടാൻ കാത്തുനിന്നതാണ്. ഈ അനുഭവങ്ങൾ നമ്മളോട് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്. യതി ശാന്തനായൊരു സന്യാസിയല്ല, അതൊരു പ്രിഡേറ്ററാണ്. തന്റെ അതിർത്തി ലംഘിക്കുന്നവരെ അത് വെറുതെ വിടുന്നതല്ല. പക്ഷേ ഇത്രയും വലിയൊരു ജീവി എവിടെയാണ് താമസിക്കുന്നത്? എന്തുകൊണ്ടാണ് സാറ്റലൈറ്റുകൾക്കോ ഹെലികോപ്റ്ററുകൾക്കും ഇവയെ കണ്ടെത്താൻ കഴിയാത്തത്? അതിനുള്ള ഉത്തരം ഹിമാലയത്തിന്റെ ഉള്ളറകളിലുണ്ട്. സീക്രട്ട് കേവ്സ് ഓഫ് ദ ഹിമാലയാസ്. ഹിമാലയത്തിലെ രഹസ്യഗുഹകൾ. ഹിമാലയമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഉയരമുള്ള കൊടുമുടികളാണ്. എന്നാൽ ഹിമാലയത്തിന് മറ്റൊരു മുഖമുണ്ട്. ഭൂമിക്കടിയിലുള്ള ലോകം. ഈ പർവ്വതനിരകൾക്കിടയിൽ ആയിരക്കണക്കിന് ഗുഹകളുണ്ട്. മനുഷ്യൻ ഇന്നേവരെ പ്രവേശിക്കാത്ത, മാപ്പുകളിലില്ലാത്ത ഗുഹകൾ. ഷെർപ്പകൾ വിശ്വസിക്കുന്നത് യതികൾ ജീവിക്കുന്നത് ഈ അണ്ടർഗ്രൗണ്ട് ലോകത്താണെന്നാണ്. 2008 ഒരു സംഘം റഷ്യൻ ഗവേഷകർ ഹിമാലയത്തിലെ ഒരു രഹസ്യഗുഹ കണ്ടെത്തി. അസാര ഗുഹ. സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടി ഉയരത്തിൽ, ആക്സസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരിടം. അവർ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. ഉള്ളിൽ കണ്ട കാഴ്ച വിചിത്രമായിരുന്നു. അവിടെ മൃഗങ്ങളുടെ എല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. മാൻ, യാക്ക്, മലയാട്. ഇതൊരു സാധാരണ മൃഗത്തിന്റെ മടയാണെങ്കിൽ എല്ലുകൾ ചിതറിക്കിടക്കും. പക്ഷേ ഇവിടെ എല്ലുകൾ ഒരിടത്ത് അടുക്കി വെച്ചിരിക്കുന്നു. തലയോട്ടികൾ ഒരിടത്ത്, വാരിയെല്ലുകൾ മറ്റൊരിടത്ത്. ഇത് ബുദ്ധിയുള്ള ഒരു ജീവിയുടെ പ്രവൃത്തിയാണ്. കൂടുതൽ ഉള്ളിലേക്ക് പോയപ്പോൾ അവർ തറയിൽ ഒരു പ്രത്യേകതരം മെത്ത കണ്ടു. ഉണങ്ങിയ പുല്ലുകളും മരത്തിന്റെ തൊലികളും മൃഗങ്ങളുടെ രോമങ്ങളും കൊണ്ട് നിർമ്മിച്ച ഒരു കിടക്ക. അതിനു ചുറ്റും രൂക്ഷമായ ഗന്ധം. ആ ഗന്ധത്തിനൊരു പ്രത്യേകതയുണ്ട്. വെളുത്തുള്ളിയുടെയും അഴുകിയ മാംസത്തിന്റെയും കലർന്ന മണം. പഴയകാല പർവ്വതാരോഹകർ പറയുന്നത് പോലെ, യതിയെ കാണുന്നതിനു മുൻപേ നമ്മളതിനെ മണത്തറിയും. ആ ഗുഹയിൽ നിന്ന് അവർക്ക് ചില അസ്ഥിശകലങ്ങൾ കിട്ടി. എന്നാൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന കണ്ടെത്തൽ അതായിരുന്നില്ല. ഗുഹയുടെ ചുവരുകളിൽ ആദിമ മനുഷ്യർ വരയ്ക്കുന്നതുപോലെയുള്ള ചില വരകൾ, സ്ക്രാച്ച് മാർക്സ്. കല്ലുകൊണ്ടോ നഖം കൊണ്ടോ വരച്ചതുപോലെ. അതൊരു ഭാഷയാണോ അതോ വെറുതെ വരച്ചതോ? ആർക്കും അറിയില്ല. മറ്റൊരു തിയറി കൂടിയുണ്ട്, ദി ഹോളോ എർത്ത് തിയറി. ടിബറ്റൻ ഐതിഹ്യങ്ങളിൽ ശംഭല എന്നൊരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹിമാലയത്തിനുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു സ്വർഗം. പക്ഷേ യതിയുടെ കാര്യത്തിൽ ഇത് സ്വർഗമല്ല. മലമടക്കുകൾക്കിടയിൽ മനുഷ്യന്റെ കണ്ണെത്താത്ത താഴ്വരകളുണ്ട്. അവിടെ താപനില പുറത്തുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും. ചൂടുള്ള നീരുറവകളുള്ള ഗുഹകൾ. ശൈത്യകാലത്ത് മഞ്ഞു മൂടുമ്പോൾ യതികൾ ഈ ഭൂഗർഭ അറകളിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ടാണ് ശീതകാലത്ത് ഇവയെ പുറത്തു കാണാത്തത്. അവർ മഞ്ഞിനടിയിലുള്ള തുരങ്കങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ഒരു അമേരിക്കൻ പര്യവേക്ഷകനായ ജോൺ ഒരിക്കൽ ഒരു ഹിമാലയൻ ഗുഹയിൽ കുടുങ്ങിപ്പോയി. ഒരു മഞ്ഞുവീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ കയറിയതാണ്. അദ്ദേഹം പറയുന്നു, ഗുഹയുടെ ഉള്ളിൽ നിന്ന് കാറ്റ് വരുന്നുണ്ടായിരുന്നു. സാധാരണ ഗുഹകളിൽ കാറ്റ് പുറത്തുനിന്നാണ് വരിക. പക്ഷേ ഇവിടെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ചൂടുള്ള കാറ്റ് വരുന്നു. ആ കാറ്റിനൊപ്പം വിചിത്രമായ ശബ്ദങ്ങളും. ആരോ സംസാരിക്കുന്നതുപോലെ അല്ലെങ്കിൽ മുരളുന്നതുപോലെ. ജോൺ ആ ശബ്ദം കേട്ട ദിശയിലേക്ക് പോകാൻ തുനിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ഗൈഡ് തടഞ്ഞു. അങ്ങോട്ട് പോകരുത്, അത് യതിയുടെ വീടാണ്. അവിടെ ചെന്നാൽ നമ്മൾ വഴിയറിയാതെ കുടുങ്ങും. അവർ നമ്മളെ ഇരുട്ടിൽ വേട്ടയാടും. ആ ഗുഹകളിൽ എന്താണുള്ളത്? ഒരുപക്ഷേ ഒരു മുഴുവൻ സമൂഹം തന്നെ അവിടെയുണ്ടാകാം. ഒറ്റപ്പെട്ട 1-2 യതികളല്ല, ഒരു വംശം മുഴുവൻ ആ ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകാം. നമ്മുടെ സാറ്റലൈറ്റുകൾക്ക് മണ്ണും മഞ്ഞും മാത്രമേ കാണാൻ കഴിയൂ. അതിനടിയിലുള്ള ജീവതാളം കാണാൻ കഴിയില്ല. സന്ധ്യയാകുന്നു. ഹിമാലയത്തിലെ മഞ്ഞിപ്പോൾ നീലനിറത്തിൽ നിന്ന് കറുപ്പിലേക്ക് മാറുകയാണ്. ഈ ഗുഹകളിൽ നിന്നിപ്പോൾ എന്തൊക്കെയോ പുറത്തിറങ്ങാൻ തുടങ്ങുന്നു, ഇര തേടാൻ. അടുത്ത അധ്യായങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് യുക്തിയുടെയും വിശ്വാസത്തിന്റെയും ഏറ്റുമുട്ടലാണ്. ശാസ്ത്രം ഇതിനെ എങ്ങനെ വിശദീകരിക്കുന്നു? ഗവൺമെന്റുകൾക്കിതിനെക്കുറിച്ച് എന്ത് രഹസ്യങ്ങളാണ് അറിയുന്നത്? മിലിറ്ററി ഫയലുകളിൽ ഒളിപ്പിച്ചുവെച്ച സത്യങ്ങൾ എന്തൊക്കെയാണ്? ഭയം അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് കടക്കാൻ പോകുകയാണ്. നിങ്ങൾ കൂടെയുണ്ടല്ലോ, അല്ലേ? ശാസ്ത്രവും ഭയവും നേർക്കുനേർ. യതി. ഇതൊരു കെട്ടുകഥയാണോ? അതോ ശാസ്ത്രത്തിനിനിയും പിടിതരാത്ത സത്യമോ?
ലോകപ്രശസ്തനായ പർവ്വതാരോഹകൻ റെയിൻഹോൾഡ് മെസ്നർ എവറസ്റ്റ് ഓക്സിജനില്ലാതെ കീഴടക്കിയ ആദ്യത്തെ മനുഷ്യൻ. അദ്ദേഹം വർഷങ്ങളോളം യതിയെ തേടി ഹിമാലയത്തിൽ അലഞ്ഞു. ഒടുവിൽ അദ്ദേഹം ഒരു നിഗമനത്തിലെത്തി. യതിയെന്നൊന്നില്ല, അത് ഹിമാലയൻ കരടിയാണ്. ഹിമാലയൻ ബ്രൗൺ ബെയർ ഓർ ടിബറ്റൻ ബ്ലൂ ബെയർ. മെസ്നർ പറയുന്നതിതാണ്, ടിബറ്റൻ ബ്ലൂ ബെയർ എന്ന അപൂർവ ഇനം കരടിക്ക് സാധാരണ കരടികളേക്കാൾ വ്യത്യസ്തമായ സ്വഭാവമുണ്ട്. അവയ്ക്ക് ചിലപ്പോൾ 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും. ദൂരെ നിന്ന് നോക്കുമ്പോൾ മഞ്ഞിന്റെ പശ്ചാത്തലത്തിൽ അതൊരു മനുഷ്യനാണെന്ന് തോന്നും. ഇതിനെ പാരൈഡോലിയ എന്ന് മനഃശാസ്ത്രജ്ഞർ വിളിക്കും. അതായത് വ്യക്തമല്ലാത്ത കാഴ്ചകളിൽ പരിചിതമായ രൂപങ്ങളെ, മുഖങ്ങളെയോ മനുഷ്യരെയോ കാണുന്ന മനസ്സിന്റെ അവസ്ഥ. മഞ്ഞും വെളിച്ചവും നിഴലും ചേർന്നുണ്ടാക്കുന്ന ഒരു മായക്കാഴ്ച. എന്നാൽ ഈ തിയറിക്ക് വലിയൊരു വിള്ളലുണ്ട്. നമുക്ക് ആ പാദമുദ്രകളിലേക്ക് തിരിച്ചുപോകാം. എരിക് ഷിപ്റ്റൺ പകർത്തിയ ആ ഐതിഹാസിക ചിത്രം. ഒരു കരടിയുടെ പിൻകാലുകൾ മനുഷ്യന്റെ കാലുകൾ പോലെ തോന്നിക്കാമെന്നത് ശരിയാണ്. പക്ഷേ ഒരു കരടി നടക്കുമ്പോൾ അതിന്റെ പിൻകാലുകൾ മുൻകാലുകളുടെ അതേ സ്ഥലത്ത് പതിപ്പിക്കാറില്ല. കരടി നടക്കുന്നത് 4 കാലിലാണ്. അതിന്റെ ട്രാക്കുകൾ ഡയഗണലായിരിക്കും. എന്നാൽ യതിയുടെ ട്രാക്കുകൾ ഒരു നേർരേഖയിലാണ്, ലീനിയർ. ഒരു മനുഷ്യൻ നടക്കുന്നത് പോലെ, ഇടത് വലത് ഇടത് വലത്. ഒരു കരടിക്കും 100 കണക്കിന് മീറ്ററുകൾ ദൂരം കുത്തനെയുള്ള മഞ്ഞുമലകളിലൂടെ 2 കാലിൽ ബാലൻസ് ചെയ്ത് നടക്കാൻ കഴിയില്ല. അത് അസാധ്യമാണ്. പിന്നെ മറ്റൊന്ന്, ശബ്ദം. ശാസ്ത്രജ്ഞർ ഹിമാലയത്തിൽ വെച്ച് റെക്കോർഡ് ചെയ്ത ചില ശബ്ദങ്ങളുണ്ട്. കരടികൾ മുരളും. പക്ഷേ യതിയുടെ ശബ്ദമെന്ന് വിശ്വസിക്കപ്പെടുന്ന റെക്കോർഡിങ്ങുകളിൽ കേൾക്കുന്നത് അതല്ല. ഉറക്കെ മുഴങ്ങുന്ന ഒരുതരം വിസിൽ പോലെയുള്ള ശബ്ദം. തുടർന്ന് ആഴത്തിലുള്ള, നെഞ്ചുവിറപ്പിക്കുന്ന ഒരലർച്ച. ജന്തുശാസ്ത്രജ്ഞർ ഈ ശബ്ദം വിശകലനം ചെയ്തു. അവർ പറഞ്ഞു, ഇതൊരു കരടിയല്ല, ഇതൊരു മഞ്ഞുപുലിയല്ല. ഇതിന്റെ വോക്കൽ കോഡ് മനുഷ്യൻ്റേതിനേക്കാൾ വലുതാണ്. ഇത് ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷയുടെ ആദിരൂപം പോലെ തോന്നിക്കുന്നു. ഇനി മറ്റൊരു സാധ്യത. ഇതൊരു ജൈജാന്റ് പിത്തിക്കസ് ആണെങ്കിലോ? 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായെന്ന് കരുതുന്ന 10 അടി ഉയരമുള്ള ഭീമൻ കുരങ്ങുവർഗം. അവ വംശനാശം സംഭവിച്ചിട്ടില്ലെങ്കിലോ? ഹിമാലയത്തിന്റെ മനുഷ്യൻ കടന്നു ചെല്ലാത്ത കോണുകളിൽ അവ ഇന്നും അതിജീവിക്കുന്നുണ്ടെങ്കിലോ? ഹിമാലയത്തിലെ ഗ്രാമീണർക്ക് ഈ ശാസ്ത്രീയ നാമങ്ങളൊന്നും അറിയില്ല. അവർക്കൊരൊറ്റ കാര്യമേ അറിയൂ: കരടിയെ കണ്ടാൽ ഓടണം. പക്ഷേ യതിയെ കണ്ടാൽ അനങ്ങാതെ നിൽക്കണം. കാരണം യതിക്ക് മനുഷ്യന്റെ ഭയം മണത്തറിയാൻ കഴിയും. ഈ വിശ്വാസം വെറും അന്ധവിശ്വാസമല്ല. കാരണം നമ്മൾ നേരത്തെ കണ്ട മച്ചർമോ സംഭവത്തിൽ യാക്കുകളെ കൊന്ന രീതി കരടിയുടേതല്ല. കരടികൾ കടിച്ചു കീറുകയാണ് പതിവ്. പക്ഷേ യതി ഇരയുടെ കഴുത്ത് പിരിച്ചൊടിക്കുന്നു. കൈകൾക്ക് അമാനുഷികമായ ശക്തിയുള്ള തള്ളവിരൽ, ഒപ്പോസിബിൾ തമ്പ് ഉപയോഗിക്കാനറിയാവുന്ന ഒരു ജീവിക്ക് മാത്രമേ അത് സാധിക്കൂ. അതുകൊണ്ട് ശാസ്ത്രം എന്തു തന്നെ പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ്: എല്ലാ പാദമുദ്രകളും കരടിയുടേതല്ല. എല്ലാ നിലവിളികളും കാറ്റിൻ്റേതല്ല. ലബോറട്ടറികളിലെ വെളിച്ചത്തിലിരുന്ന് തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത ചില സത്യങ്ങൾ ആ ഇരുട്ടിലുണ്ട്. ഗവൺമെന്റ് സീക്രസി, ഭരണകൂടം ഒളിപ്പിക്കുന്ന രഹസ്യങ്ങൾ. യതി വെറുമൊരു നാടോടിക്കഥയാണെങ്കിൽ എന്തിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികൾ ഇതിനെക്കുറിച്ച് രഹസ്യ ഫയലുകൾ സൂക്ഷിക്കുന്നത്? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ നമുക്കറിയാം. പക്ഷേ ഈ 2 രാജ്യങ്ങളും സമ്മതിക്കുന്നൊരു കാര്യമുണ്ട്: അതിർത്തിയിൽ അവർ മാത്രമല്ല ഉള്ളത്. നമുക്ക് 2019 പോകാം. ഏപ്രിൽ 29. ഇന്ത്യൻ ആർമിയുടെ ADGPI ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ നിന്ന് ഒരു ട്വീറ്റ് വന്നു. അത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു. മക്കാലു ബേസ് ക്യാമ്പിന് സമീപം തങ്ങളുടെ പർവ്വതാരോഹണ സംഘം യതിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയെന്നായിരുന്നു ആ ട്വീറ്റ്. അതോടൊപ്പം 3 ചിത്രങ്ങളുമുണ്ടായിരുന്നു. 32x15 ഇഞ്ച് വലിപ്പമുള്ള ഭീമൻ കാൽപ്പാടുകൾ. സോഷ്യൽ മീഡിയയിൽ അത് വലിയ തമാശയായി മാറി. പലരും ആർമിയെ പരിഹസിച്ചു. ഇത് കരടിയാണ്, സ്നോ ഷൂ ഇട്ട ആരോ നടന്നതാണ് എന്നൊക്കെ കമന്റുകൾ വന്നു. പക്ഷേ ഇന്ത്യൻ ആർമി ആ ട്വീറ്റ് പിൻവലിച്ചില്ല. അവർ പറഞ്ഞു,
ഞങ്ങൾ കണ്ടതെന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. ഇത് മുൻപും കണ്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായാണ് തെളിവുകൾ പുറത്തുവിടുന്നത്. സൈനികർക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. അവർ പരിശീലനം ലഭിച്ചവരാണ്. കാട്ടിലെ ഓരോ അനക്കവും ഓരോ മൃഗത്തെയും തിരിച്ചറിയാൻ അവർക്കറിയാം. കരടിയുടെ കാൽപ്പാട് കണ്ട് തെറ്റിദ്ധരിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഇന്ത്യൻ ആർമിയുടെ മൗണ്ടനിയറിംഗ് ടീം. പിന്നവർ കണ്ടതെന്താണ്? ആ റിപ്പോർട്ട് പിന്നീട് എവിടെ പോയി? അതിന്നും ഒരു രഹസ്യമാണ്. ഇനി ചൈനയുടെ ഭാഗത്തേക്ക് നോക്കാം. 1970കളിൽ ചൈനീസ് സർക്കാർ ഒരു രഹസ്യ പദ്ധതിക്ക് രൂപം നൽകി. ഹിമാലയത്തിലും ചൈനയിലെ ഷെന്നോങ്ജിയ വനങ്ങളിലും കാണപ്പെടുന്ന യേരൻ എന്ന ജീവിയെ കണ്ടെത്താനുള്ള പദ്ധതി. 100 കണക്കിന് പട്ടാളക്കാരെയും ശാസ്ത്രജ്ഞരെയും അവർ മലകളിലേക്ക് അയച്ചു. അവർക്ക് ലഭിച്ച വിവരങ്ങൾ ഇന്നും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ചോർന്നു കിട്ടിയ ചില വിവരങ്ങളനുസരിച്ച് അവർക്കൊരു ജീവിയെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ രോമങ്ങളും വിസർജ്യങ്ങളും അഥവാ ഡ്രോപ്പിംഗ്സ് ലഭിച്ചു. ആ വിസർജ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അത് വേവിച്ച ഭക്ഷണം കഴിക്കുന്ന ഒരു ജീവിയുടേതല്ല, മറിച്ച് പച്ചമാംസവും വേരുകളും ഔഷധച്ചെടികളും തിന്നുന്ന മനുഷ്യസമാനമായ ജീവിയുടേതാണെന്ന് കണ്ടെത്തി. മറ്റൊരു രഹസ്യമുണ്ട്. നന്ദാദേവി മിഷൻ. 1965-ൽ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് നന്ദാദേവി കൊടുമുടിയിൽ ഒരു ന്യൂക്ലിയർ ഉപകരണം സ്ഥാപിച്ചു, ചൈനയുടെ ആണവ പരീക്ഷണങ്ങൾ നിരീക്ഷിക്കാൻ. പക്ഷേ ഒരു ഹിമപാതത്തിൽ ആ ഉപകരണം നഷ്ടപ്പെട്ടു. അത് തേടിപ്പോയ സൈനികർ പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. നന്ദാദേവി സാങ്ച്വറിയിൽ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. അവിടെ റേഡിയേഷൻ ഉണ്ടെന്നതാണ് ഔദ്യോഗിക ഭാഷ്യം. പക്ഷേ നാട്ടുകാർ പറയുന്നത് മറ്റൊന്നാണ്. ആ വനമേഖലയിൽ റേഡിയേഷൻ മാത്രമല്ല ഉള്ളത്. ആരും കയറാത്ത ആ കാടുകളിൽ വലിപ്പമേറിയ രൂപങ്ങൾ സഞ്ചരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആണവ ഉപകരണം നഷ്ടപ്പെട്ട സമയത്ത് ആ ക്യാമ്പിനു ചുറ്റും വിചിത്രമായ പാദമുദ്രകൾ കണ്ടിരുന്നു. റേഡിയേഷൻ കാരണം മ്യൂട്ടേഷൻ സംഭവിച്ച ജീവികളാണോ അവ? അതോ മനുഷ്യൻ ഉപേക്ഷിച്ച ആ പ്രദേശത്തെ തങ്ങളുടെ സാമ്രാജ്യമാക്കിയ യതികളാണോ? ഹിമാലയത്തിലെ പല പ്രദേശങ്ങളും റെസ്ട്രിക്റ്റഡ് സോണുകളാണ്. സാധാരണക്കാർക്ക് അവിടേക്ക് പ്രവേശനമില്ല. അതിന് പറയുന്ന കാരണങ്ങൾ ദേശസുരക്ഷ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നൊക്കെയാണ്. പക്ഷേ യഥാർത്ഥ കാരണം അതൊരു പക്ഷേ മറ്റൊന്നായിരിക്കാം. ഭരണകൂടങ്ങൾക്കറിയാം അവിടെയുള്ളത് മനുഷ്യനല്ല, അതിനെ ശല്യപ്പെടുത്താതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം നമ്മൾ വെടിവെച്ചാൽ അത് തിരിച്ചടിക്കില്ല, പക്ഷേ അത് പകരം ചോദിക്കും. അവയ്ക്ക് നമ്മളെക്കാൾ നന്നായി ആ മഞ്ഞുമലകളെ അറിയാം. നമ്മുടെ കഥയിലെ നായകൻ അഥവാ നടേറ്റർ ഇപ്പോൾ അത്തരമൊരു നിരോധിത മേഖലയിലേക്ക് കടക്കുകയാണ്. ഒറ്റയ്ക്ക്, സർക്കാർ വിലക്കുകൾ ലംഘിച്ചുകൊണ്ട്, സത്യം നേരിട്ട് കാണാൻ. നൈറ്റ് ഓഫ് ദ ബ്ലിസേർഡ്, മഞ്ഞുപുലിയുടെ രാത്രി. ഇതുവരെ നമ്മൾ കേട്ടത് മറ്റുള്ളവരുടെ കഥകളാണ്. ഇനി നിങ്ങൾ എന്നോടൊപ്പം വരണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് 18,000 അടി ഉയരത്തിലാണ്. ഓക്സിജൻ വളരെ കുറവ്. ഓരോ തവണ ശ്വാസമെടുക്കുമ്പോഴും നെഞ്ചിലൊരു ഭാരം. കാലാവസ്ഥ മാറുകയാണ്. ഹിമാലയത്തിൽ കാലാവസ്ഥ മാറാൻ നിമിഷങ്ങൾ മതി. പെട്ടെന്നാണത് സംഭവിച്ചത്. ഒരു വൈറ്റ് ഔട്ട്. ചുറ്റുമൊന്നും കാണാൻ കഴിയില്ല. ആകാശം മണ്ണിൽ വീണതുപോലെ വെളുത്ത പുക മാത്രം. കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 100 കിലോമീറ്റർ കടക്കുന്നു. ടെന്റ് പറന്നുപോകാതിരിക്കാൻ ഞാൻ ഉള്ളിൽ നിന്ന് മുറുകെ പിടിച്ചിരിക്കുകയാണ്. തണുപ്പ് അസ്ഥികളിലേക്ക് തുളച്ചു കയറുന്നു. എൻ്റെ തെർമോമീറ്റർ ഇപ്പോൾ കാണിക്കുന്നത് -40 ഡിഗ്രിയാണ്. ഈ ശബ്ദങ്ങൾക്കിടയിൽ, ആ കൊടുങ്കാറ്റിൻ്റെ ഇരമ്പലിനിടയിൽ ഞാനത് കേട്ടു. ആദ്യം അതൊരു തോന്നലാണെന്നാണ് കരുതിയത്. മഞ്ഞു വലിയ കട്ടകളായി ടെന്റിനു മുകളിൽ വീഴുന്ന ശബ്ദം. പക്ഷേ അല്ല, അതൊരു താളത്തിലായിരുന്നു. തും തും തും. ഭാരമുള്ള കാലടികൾ. എൻ്റെ ടെന്റിനു ചുറ്റും ആരോ നടക്കുന്നു. ഈ കൊടുങ്കാറ്റിലോ? ഒരു മനുഷ്യനും ഈ കാറ്റിൽ പുറത്തിറങ്ങാൻ കഴിയില്ല. നിമിഷങ്ങൾക്കുള്ളിൽ മരവിച്ചു വീഴും. പക്ഷെ പുറത്തുള്ളയാൾ അല്ലെങ്കിൽ ആ സാധനം നടക്കുകയാണ്. അത് ടെന്റിനെ വലം വയ്ക്കുന്നു. ഞാൻ ശ്വാസം അടക്കിപ്പിടിച്ചു. എൻ്റെ കയ്യിലുള്ള ടോർച്ചെടുക്കാൻ ഞാൻ ഭയന്നു. പെട്ടെന്ന് ടെന്റിൻ്റെ വശത്ത് ഒരു നിഴൽ വീണു. മിന്നൽ വെളിച്ചത്തിൽ ഞാൻ ആ നിഴൽ കണ്ടു. അതൊരു മനുഷ്യൻ്റെ നിഴലല്ല, വളരെ വലുതാണ്. കൂനിച്ചുരുങ്ങിയ എന്നാൽ ഭീമാകാരമായ തോളുകൾ. തല ടെന്റിൻ്റെ മുകൾ ഭാഗം വരെ എത്തുന്നുണ്ട്. അത് നിന്നു, കൃത്യമായി ഞാനിരിക്കുന്ന സ്ഥലത്തിന് തൊട്ടുപുറത്ത്. അതിനും എനിക്കുമിടയിൽ വെറുമൊരു നേർത്ത തുണിയുടെ മറ മാത്രം. ഞാൻ അതിൻ്റെ ശ്വാസോച്ഛ്വാസം കേൾക്കുന്നു. ഒരു മൃഗത്തിൻ്റെ കിതപ്പല്ല, ദീർഘമായ ആഴത്തിലുള്ള ശ്വാസം. അത് മണം പിടിക്കുകയാണ്.
എൻ്റെ മണം, എൻ്റെ ഭയത്തിൻ്റെ മണം. എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ക്യാമറ ഓൺ ചെയ്യാൻ ഞാൻ ശ്രമിച്ചു, പക്ഷേ തണുപ്പിൽ ഇലക്ട്രോണിക്സ് ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഞാൻ പൂർണ്ണമായും ഒറ്റയ്ക്കാണ്. പെട്ടെന്ന് ആ ജീവി ടെൻറ്റിൻ്റെ തുണിയിൽ വിരലുകൾ അമർത്തി. പുറത്തുനിന്ന് 5 വിരലുകൾ ടെൻറ്റിലേക്ക് അമറുന്നത് എനിക്ക് കാണാം. കറുത്ത കൂർത്ത നഖങ്ങളുടെ പാടുകൾ. അത് തുണി കീറാൻ പോകുകയാണോ? ഞാൻ എൻ്റെ ഐസ് ആക്സ് കയ്യിലെടുത്തു. ഇതാണ് അവസാന നിമിഷമെങ്കിൽ ഞാൻ പോരാടും. പക്ഷേ അത് തുണി കീറിയില്ല. പകരം അത് ടെൻറ്റിന് മുകളിൽ പതുക്കെ തട്ടി, ഒരു മനുഷ്യൻ വാതിലിൽ മുട്ടുന്നതുപോലെ. ടോക്ക്, ടോക്ക്, ടോക്ക്. എന്താണ് അതിന് വേണ്ടത്? അതെന്നെ വിളിക്കുകയാണോ? അതോ അതൊരു മുന്നറിയിപ്പാണോ? ആ നിമിഷം കാറ്റിൻ്റെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ ഒരു ശബ്ദം പുറത്തുനിന്ന് കേട്ടു. അതൊരലർച്ചയായിരുന്നില്ല, അതൊരു കരച്ചിലായിരുന്നു. കുട്ടികൾ കരയുന്നതുപോലെയുള്ള എന്നാൽ വന്യമായൊരു ശബ്ദം. ആ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ രക്തം മറവിച്ചുപോയി. അതൊരു സഹായാഭ്യർത്ഥനയാണോ അതോ കെണിയാണോ? ഞാൻ സിബ്ബ് തുറക്കാൻ തീരുമാനിച്ചു. എന്തായാലും മരണമുറപ്പാണ്. എങ്കിൽ അത് കണ്ടിട്ട് തന്നെയാകാം. ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ ടെൻറ്റിൻ്റെ സിബ്ബ് പതിയെ താഴ്ത്തി. തണുത്ത കാറ്റെൻ്റെ മുഖത്തേക്കടിച്ചു. ഞാൻ ടോർച്ച് പുറത്തേക്ക് തെളിച്ചു. വെളിച്ചം കീറിമുറിച്ച ഇരുട്ടിൽ ഞാൻ കണ്ടു 2 ചുവന്ന കണ്ണുകൾ. മനുഷ്യൻ്റേതല്ല. അവ തിളങ്ങുന്നുണ്ടായിരുന്നില്ല, അവ എരിയുകയായിരുന്നു. ആ കണ്ണുകൾ എന്നെ നോക്കി. പിന്നെ ഫൈനൽ എസ്കേപ്പ് ആൻഡ് ലോസ് ഓഫ് ടൈം. അവസാന രക്ഷപ്പെടലും സമയഭ്രംശവും. നമുക്കാ രാത്രിയിലേക്ക് തിരിച്ചുപോകാം. എൻ്റെ ടെൻറ്റിനു മുന്നിൽ ആ 2 ചുവന്ന കണ്ണുകൾ ജ്വലിച്ചു നിൽക്കുന്ന ആ നിമിഷത്തിലേക്ക്. എൻ്റെ ശ്വാസം നിലച്ചുപോയി. ആ രൂപം, അത് ടെൻറ്റിന് തൊട്ടുമുന്നിലുണ്ട്. എൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചം അതിൻ്റെ മുഖത്തേക്കടിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ കൈകൾ അനുസരിക്കുന്നില്ല. എങ്കിലും ആ മങ്ങിയ വെളിച്ചത്തിൽ ഞാനത് കണ്ടു. ഒരു മുഖം. അതൊരു മൃഗത്തിൻ്റെ മുഖമായിരുന്നില്ല. കറുത്ത ചുളിവുകൾ വീണ ചർമ്മം, പരന്ന മൂക്ക്, വായയുടെ വശങ്ങളിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മഞ്ഞിച്ച പല്ലുകൾ. പക്ഷേ ഏറ്റവും ഭയപ്പെടുത്തുന്നത് അതൊന്നുമല്ല, അതിൻ്റെ കണ്ണുകളാണ്. ആ കണ്ണുകളിൽ ക്രൂരതയില്ല, പകരം അതിലൊരായിരം വർഷത്തെ വിഷാദമുണ്ട്. ഹിമാലയത്തിൻ്റെ ഏകാന്തത മുഴുവൻ ആ കണ്ണുകളിൽ കാണാം. അതെന്നെ നോക്കുന്നത് ഒരിരയെ നോക്കുന്നത് പോലെയല്ല, മറിച്ച് തൻ്റെ സാമ്രാജ്യത്തിലേക്ക് അതിക്രമിച്ചു കയറിയ ഒരന്യഗ്രഹ ജീവിയെ നോക്കുന്നത് പോലെയാണ് അതെന്നെ നോക്കുന്നത്. പെട്ടെന്ന് എൻ്റെ തലയ്ക്കുള്ളിൽ ഒരു മരവിപ്പ് അനുഭവപ്പെട്ടു. ഒരു ശബ്ദവും കേൾക്കാതെ തന്നെ എൻ്റെ ചെവികൾക്കുള്ളിലൊരു മുഴക്കം, ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു വിസിൽ പോലെ. ആ ജീവി വായ തുറന്നു. അതൊരലർച്ചയായിരുന്നില്ല, അതൊരു ശബ്ദതരംഗമായിരുന്നു. എൻ്റെ നെഞ്ചിലെ എല്ലുകൾ വിറയ്ക്കാൻ തുടങ്ങി. കാഴ്ച മങ്ങുന്നു. ടോർച്ച് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. ആ വെളിച്ചത്തിൽ ഞാൻ കണ്ട അവസാന കാഴ്ച, ആ ജീവി അതിൻ്റെ വലിയ കൈകൾ എൻ്റെ നേരെ നീട്ടുന്നതാണ്. പിന്നെ എല്ലാം ഇരുട്ടായി. ബോധം വരുമ്പോൾ സമയം എത്രയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എവിടെയാണെന്നും എനിക്കറിയില്ല. എൻ്റെ മുഖത്ത് സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്. മഞ്ഞുകാറ്റ് നിലച്ചിരിക്കുന്നു. ആകാശം തെളിഞ്ഞ് നീലനിറത്തിൽ നിൽക്കുന്നു. ഞാൻ പതുക്കെ എഴുന്നേറ്റു. എൻ്റെ ശരീരം മുഴുവൻ വേദനിക്കുന്നു. സന്ധികൾ മരവിച്ചിരിക്കുന്നു. ഞാൻ ചുറ്റും നോക്കി. എൻ്റെ ടെന്റ്, അത് തകർന്നുപോയിരിക്കുന്നു. കാറ്റിൽ പറന്നുപോയതല്ല, അതാരോ വലിച്ചു കീറിയിരിക്കുന്നു. എൻ്റെ സാധനങ്ങൾ, സ്ലീപ്പിംഗ് ബാഗ്, ക്യാമറ, ബാഗ് എല്ലാം മഞ്ഞിൽ ചിതറിക്കിടക്കുന്നു. ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ വാച്ചിലേക്ക് നോക്കി. സമയം ഉച്ചയ്ക്ക് 2 മണി. തീയതി ഞാൻ ഞെട്ടിപ്പോയി. നവംബർ 14. എൻ്റെ ഓർമ്മയിൽ ആ കൊടുങ്കാറ്റ് വന്ന രാത്രി നവംബർ 12 ആയിരുന്നു. ഇടയിലുള്ള 2 ദിവസങ്ങൾ, അതെവിടെ പോയി? 48 മണിക്കൂർ. എൻ്റെ ജീവിതത്തിൽ നിന്ന് 48 മണിക്കൂർ അപ്രത്യക്ഷമായിരിക്കുന്നു. ഈ സമയമത്രയും ഞാൻ എവിടെയായിരുന്നു? ആ മഞ്ഞിൽ ഞാൻ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ -40 ഡിഗ്രി തണുപ്പിൽ ഞാൻ മരിച്ചുപോയേനെ. ഹൈപ്പോതെർമിയ വന്ന് എൻ്റെ രക്തം കട്ടപിടിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്നു. എനിക്ക് വിശക്കുന്നില്ല, ദാഹിക്കുന്നില്ല. മാത്രമല്ല, എൻ്റെ വസ്ത്രങ്ങളിൽ ഒരു പ്രത്യേക ഗന്ധം.
നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗന്ധം, കസ്തൂരിയുടെയും കാട്ടുചെടികളുടെയും അഴുകിയ എന്തോ ഒന്നിൻ്റെയും മണം എൻ്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഞാൻ മഞ്ഞിൽ പരിശോധിച്ചു. എൻ്റെ ടെൻറ്റിനു ചുറ്റും അവിടെ പാദമുദ്രകളില്ല. പുതിയ മഞ്ഞു വീണ് എല്ലാം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. പക്ഷേ കുറച്ചു മാറി ഒരു വലിയ പാറയുടെ മുകളിൽ ഞാനത് കണ്ടു. ചുവന്ന നിറത്തിലുള്ള എന്തോ ഒന്ന്. ഞാൻ അടുത്തുപോയി നോക്കി. അതൊരു പൂവായിരുന്നു, ഒരു കാട്ടുപൂവ്. ആ ഉയരത്തിൽ മഞ്ഞുപാളികൾക്കിടയിൽ പൂക്കളുണ്ടാകില്ല. ആ പൂവ് അവിടെ വെച്ചതാണ്. ആരാണത് വെച്ചത്? ആ ജീവിയാണോ? അതോ എനിക്ക് ഭ്രാന്തായതാണോ? ഞാൻ എൻ്റെ സാധനങ്ങൾ വാരിപ്പെറുക്കി. ക്യാമറയെടുത്തു. ലെൻസ് തകർന്നിരിക്കുന്നു. ബാറ്ററി ഡെഡാണ്. എങ്കിലും മെമ്മറി കാർഡ് ഞാൻ പോക്കറ്റിലിട്ടു. തിരികെ നടക്കുമ്പോൾ എനിക്ക് തോന്നി മലമുകളിൽ നിന്നാരോ എന്നെ നോക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇത്തവണ എനിക്ക് പേടി തോന്നിയില്ല. പകരം ഒരു തരം ബഹുമാനം, റെസ്പെക്റ്റ് തോന്നി. അതെന്നെ കൊന്നില്ല, അതെന്നെ വെറുതെ വിട്ടതാണ്. ഒരു താക്കീത് നൽകി, അല്ലെങ്കിൽ ഒരു സന്ദേശം നൽകി. താഴ്വരയിലേക്ക് നടക്കുമ്പോൾ എൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു. ഹിമാലയം ഇപ്പോൾ എനിക്ക് പഴയതുപോലെയല്ല. അതൊരു മഞ്ഞുമലയല്ല, അതൊരു ജീവിയാണ്. നമ്മളതിൻ്റെ പുറത്തുകൂടി ഇഴയുന്ന ചെറിയ ഉറുമ്പുകൾ മാത്രം. റിട്ടേൺ ടു പ്രസന്റ്, വർത്തമാനകാലത്തിലേക്ക്. നാഗരികതയിലേക്ക് ഞാൻ തിരിച്ചെത്തി. ആശുപത്രിയിൽ ഒരാഴ്ച. ഡോക്ടർമാർ പറഞ്ഞത് അക്യൂട്ട് മൗണ്ടൻ സിക്നസ് കാരണമുണ്ടായ ഹാലൂസിനേഷനാണെന്നാണ്. നിങ്ങൾ മഞ്ഞിൽ വീണുപോയി, ഓക്സിജൻ കിട്ടാതെ തലച്ചോറ് വിഭ്രാന്തി കാണിച്ചതാണ്. 2 ദിവസം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ കോമ പോലൊരവസ്ഥയിലായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. എല്ലാവരും യുക്തി പറഞ്ഞു, എല്ലാവരും ശാസ്ത്രം പറഞ്ഞു. പക്ഷേ എനിക്കറിയാം, എന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന ആ ഗന്ധം, അത് ആശുപത്രിയിലെ അണുനാശിനികൾക്ക് പോലും കഴുകിക്കളയാൻ കഴിഞ്ഞില്ല. ഇന്നും രാത്രികളിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുമ്പോൾ എനിക്ക് ആ ഗന്ധം അനുഭവിക്കാം. ഞാൻ ആ മെമ്മറി കാർഡ് പരിശോധിച്ചു. കമ്പ്യൂട്ടറിലിട്ട് നോക്കി. മിക്ക ഫയലുകളും കറപ്റ്റായിരുന്നു. പക്ഷേ അവസാനത്തെ വീഡിയോ ഫയൽ, അത് പ്ലേ ചെയ്തു. കറുപ്പ് മാത്രം. പക്ഷെ ഓഡിയോ, അതിൽ കാറ്റിൻ്റെ ഇരമ്പലില്ല. പകരം ഒരു ശ്വാസോച്ഛ്വാസം, വളരെ അടുത്തുനിന്ന്. തുടർന്ന് ഒരു വിചിത്രമായ ശബ്ദം, മനുഷ്യന്റെ ശബ്ദം പോലെയുണ്ട്. രാ ഗങ് മാ. അതൊരു വാക്കായിരുന്നു, ഏതോ ഭാഷയിലുള്ള വാക്ക്. ഞാൻ ആ ശബ്ദം ഒരു ടിബറ്റൻ ഭാഷാ വിദഗ്ധനെ കേൾപ്പിച്ചു. അദ്ദേഹം അത് കേട്ടതും ഭയത്തോടെ ഹെഡ്ഫോൺ ഊരിമാറ്റി. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇതെവിടെ നിന്നാണ് കിട്ടിയത്? ഞാൻ പറഞ്ഞു, മലമുകളിൽ നിന്ന്. അദ്ദേഹം വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഇത് പഴയ ടിബറ്റൻ ഡയലക്റ്റാണ്. ഇതിനർത്ഥം മടങ്ങിക്കോളൂ എന്നാണ്. ആരും എന്നെ വിശ്വസിച്ചില്ല. പത്രങ്ങളിൽ എൻ്റെ കഥ വന്നില്ല. ഞാൻ കണ്ട സത്യം എൻ്റെ ഉള്ളിൽ തന്നെ കിടന്നു. ഇതാണ് കസാന്ദ്ര കോംപ്ലക്സ്. സത്യമറിയാം, പക്ഷെ ആരെയും ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്ന അവസ്ഥ. പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല. ഇപ്പോൾ ഞാൻ പലരുമായും സംസാരിക്കുന്നു. പഴയ പർവ്വതാരോഹകർ, ആർമി ഉദ്യോഗസ്ഥർ, ഗ്രാമീണർ. അവരും രഹസ്യമായി സമ്മതിക്കുന്നു, ഉണ്ട്, അവരുണ്ട്. നമ്മൾ കരുതുന്നതുപോലെ ഒരൊറ്റ ജീവിയല്ല, അതൊരു സംസ്കാരമാണ്. ഹിമാലയത്തിൻ്റെ ഉള്ളറകളിൽ, നമുക്കപ്രാപ്യമായ ഗുഹകളിൽ അവർ ജീവിക്കുന്നു. നമ്മുടെ ലോകവുമായി അവർക്ക് ബന്ധമില്ല. നമ്മൾ അവരെ തേടി ചെല്ലുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാവുന്നത്. ഇപ്പോൾ ഈ തിരക്കേറിയ നഗരത്തിലിരുന്ന് ഞാൻ ആ മലനിരകളെക്കുറിച്ച് ഓർക്കുന്നു. നമ്മൾ മനുഷ്യർ എത്ര അഹങ്കാരികളാണ്. ഭൂമിയിലെ എല്ലാം നമുക്കറിയാമെന്ന് നമ്മൾ കരുതുന്നു. ഗൂഗിൾ എർത്ത് ഉപയോഗിച്ച് നമ്മൾ ലോകം മുഴുവൻ സൂം ചെയ്തു നോക്കുന്നു. പക്ഷേ ഒരു സാറ്റലൈറ്റിനും കാണാൻ കഴിയാത്ത കാര്യങ്ങൾ മഞ്ഞിനടിയിലുണ്ട്. ഞാൻ തിരിച്ചു പോരുമ്പോൾ എൻ്റെ ബാക്ക് പാക്കിൽ ആ ഉണങ്ങിയ പൂവുണ്ടായിരുന്നു. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അവർ രാക്ഷസന്മാരല്ല, അവർ കാവൽക്കാരാണ്. നമ്മുടെ അഹങ്കാരത്തിൽ നിന്ന് പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാവൽക്കാർ. ചില ചോദ്യങ്ങൾ ബാക്കിയാവുന്നു. ഈ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നു. 1. ആരാണ് യതി? അതൊരു വംശനാശം സംഭവിച്ച ധ്രുവക്കരടിയാണോ? പേലിയോലിത്തിക് പോളാർ ബെയർ? അതോ ജൈജാന്റോപിത്തിക്കസ് എന്ന ആദിമ കുരങ്ങുവർദ്ധമാണോ? അതോ മനുഷ്യപരിണാമത്തിൽ വേറിട്ടുപോയ നമുക്ക് നഷ്ടപ്പെട്ട സഹോദരന്മാരാണോ? ഹോമോസേപ്പിയൻസ് ലോസ്റ്റ് കസിൻസ്. 2. എന്തുകൊണ്ടാണ് തെളിവുകളില്ലാത്തത്? ദിനോസറുകളുടെ എല്ലുകൾ കിട്ടുന്നു, മാമത്തുകളുടെ ശരീരം കിട്ടുന്നു,
പക്ഷെ യതിയുടെ ഒരു അസ്ഥികൂടം പോലും എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഷെർപ്പകൾ പറയുന്നത് യതികൾ മരിച്ചാൽ അവരുടെ ശരീരം അഴുകില്ല എന്നാണ്. അല്ലെങ്കിൽ അവർ മരിച്ചവരെ സംസ്കരിക്കുന്നുണ്ടാകാം. മനുഷ്യനെപ്പോലെ തന്നെ മരിച്ചവരെ ആദരിക്കുന്ന ഒരു സംസ്കാരം അവർക്കുണ്ടെങ്കിലോ? അവർ മൃതശരീരങ്ങൾ ഹിമാനികളിലെ ആഴമേറിയ വിള്ളലുകളിൽ മറവു ചെയ്യുന്നുണ്ടാകാം. അവിടെ മനുഷ്യനൊരിക്കലും എത്തിച്ചേരാൻ കഴിയില്ല. 3. ഗവൺമെന്റ് എന്താണ് ഒളിക്കുന്നത്? ഇന്ത്യൻ ആർമിയും ചൈനീസ് ആർമിയും കണ്ട കാൽപ്പാടുകൾ. അമേരിക്കൻ ചാരസംഘടനകൾ ഹിമാലയത്തിൽ നടത്തിയ രഹസ്യനീക്കങ്ങൾ. ഈ ഫയലുകൾ എന്നെങ്കിലും തുറക്കപ്പെടുമോ? അതോ ദേശസുരക്ഷ എന്ന പേരിൽ ഈ സത്യം എന്നേക്കുമായി മൂടിവെക്കപ്പെടുമോ? ഒരുപക്ഷേ യതി എന്നത് വെറുമൊരു ജീവിയല്ല, മറിച്ച് ഹിമാലയത്തിന്റെ അതിർത്തികൾ കാക്കുന്ന ഒരു പ്രകൃതിദത്ത സൈന്യമായതുകൊണ്ടാണോ അവരെപ്പറ്റിയുള്ള വിവരങ്ങൾ പുറത്തുവിടാത്തത്? 4. ഇത് വെറുമൊരു മിത്ത് മാത്രമാണോ? ആയിരിക്കാം, മനുഷ്യന്റെ ഭാവനയിൽ വിരിഞ്ഞ വെറുമൊരു കഥ. പക്ഷേ നൂറ്റാണ്ടുകളായി പരസ്പരം ബന്ധമില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ ഒരേ രൂപത്തെ, ഒരേ ശബ്ദത്തെ, ഒരേ കാൽപ്പാടുകളെക്കുറിച്ച് പറയുന്നു. അലക്സാണ്ടർ ചക്രവർത്തി മുതൽ എഡ്മണ്ട് ഹിലാരി വരെ, ടിബറ്റിലെ ലാമമാർ മുതൽ ആധുനിക സയന്റിസ്റ്റുകൾ വരെ. ഇവരെല്ലാം കള്ളം പറയുകയാണോ? അതോ എല്ലാവരും കണ്ടത് ഒരേ സത്യത്തെയാണോ? ശാസ്ത്രം പറയുന്നു, തെളിവില്ലാത്തതൊന്നും വിശ്വസിക്കരുത്. പക്ഷേ ഹിമാലയം പറയുന്നു, കാണാത്തതൊന്നും ഇല്ലെന്ന് പറയരുത്. നമ്മുടെ അറിവുകൾക്കപ്പുറമാണ് ഈ പ്രപഞ്ചം. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന പ്രകാശത്തിന് പരിധികളുണ്ട്. നമ്മുടെ കാതുകൾക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന് പരിധികളുണ്ട്. ആ പരിധികൾക്ക് പുറത്ത്, ആ ഇരുട്ടിൽ മറ്റൊരു ലോകമുണ്ട്. ഹിമാലയം എന്നും ഒരു രഹസ്യമാണ്. നാളെ നമ്മൾ എവറസ്റ്റിന്റെ മുകളിൽ ഹോട്ടലുകൾ പണിതേക്കാം, ഹെലികോപ്റ്ററുകൾ കൊണ്ട് മലകൾ കീഴടക്കിയേക്കാം. പക്ഷേ രാത്രിയാകുമ്പോൾ, മഞ്ഞു കാറ്റ് വീശുമ്പോൾ, മനുഷ്യൻ തന്റെ കൂടാരങ്ങളിൽ ചുരുണ്ടുകൂടും. അപ്പോൾ ആ മലനിരകൾ പഴയ അവകാശികൾക്ക് സ്വന്തമാകും. അവർ അവിടെയുണ്ട്, കാറ്റിന്റെ രൂപത്തിൽ, നിഴലിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ മാംസവും രക്തവുമായ സത്യമായി. അടുത്ത തവണ നിങ്ങൾ ഹിമാലയത്തിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ, വെറുമൊരു മഞ്ഞുമലയായി അതിനെ കാണരുത്. സൂക്ഷിച്ചു നോക്കൂ. ആ പാറക്കെട്ടുകൾക്കിടയിൽ 2 കണ്ണുകൾ നിങ്ങളെ തിരിച്ചും നോക്കുന്നുണ്ടാകാം. ഒരു കാര്യം ഓർക്കുക, നമ്മൾ തിരയുന്നതൊരു ജീവിയെ മാത്രമല്ല. നമ്മൾ തിരയുന്നത് നമുക്ക് നഷ്ടപ്പെട്ട പ്രകൃതിയുമായുള്ള ആ പഴയ ബന്ധമാണ്. ആ ഭയമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഓരോ മഞ്ഞുകാലത്തും ഇത് പുതുതായി ജനിക്കുന്നു. പുതിയ സഞ്ചാരികൾ വരുന്നു, പുതിയ കാൽപ്പാടുകളുണ്ടാകുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നു, തുടക്കത്തിൽ നമ്മൾ കണ്ട ആ വരി, പാദമുദ്രയുണ്ട്, അത് യഥാർത്ഥമാണോ? അല്ലെങ്കിൽ ഭയമാണോ നമ്മെ പറ്റിച്ചുലയ്ക്കുന്നതോ? ഉത്തരം ഹിമാലയത്തിനു മാത്രമേ അറിയൂ. ദ നാസി എക്സ്പെഡിഷൻ, ഹിറ്റ്ലറുടെ ഹിമാലയൻ ഭ്രാന്ത്. യതിയുടെ ചരിത്രം അന്വേഷിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഷെർപ്പകളിലും ബ്രിട്ടീഷ് പര്യവേക്ഷകരിലും ഒതുങ്ങി നിൽക്കാറുണ്ട്. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരന്മാരായ ഭരണാധികാരികൾക്കും ഈ ജീവിയിൽ താൽപ്പര്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമുക്ക് 1938 പോകാം. 2ാം ലോകമഹായുദ്ധം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറും അദ്ദേഹത്തിന്റെ വലംകലിയായ ഹിൻറിച്ച് ഹിംലറും ഒരു വിചിത്രമായ വിശ്വാസത്തിന് അടിമകളായിരുന്നു. ആര്യൻ വംശത്തിന്റെ ഉത്ഭവം, ഒറിജിൻസ് ഓഫ് ദി ഏരിയൻ റേസ്. അവർ വിശ്വസിച്ചിരുന്നത് ശുദ്ധരക്തരായ ആര്യന്മാർ ഉത്ഭവിച്ചത് അറ്റ്ലാന്റിസിൽ നിന്നാണെന്നും പ്രളയശേഷം അവർ ഹിമാലയത്തിലേക്ക് കുടിയേറി എന്നുമാണ്. ആ ആദിമ മനുഷ്യർ, ഒറിജിനൽ സൂപ്പർമെൻ, ഇന്നും ഹിമാലയത്തിലെ ഗുഹകളിൽ ഒളിച്ചിരിപ്പുണ്ടാകാം എന്ന് ഹിംലർ വിശ്വസിച്ചു. അവർ ഈ ആദിമ മനുഷ്യരെ വിളിച്ചത് യതി എന്നല്ല, മറിച്ച് അവരുടെ പൂർവികർ എന്നാണ്. അങ്ങനെയാണ് SS ടിബറ്റൻ എക്സ്പെഡിഷൻ 1938-39 രൂപീകരിക്കുന്നത്. ഇതിന്റെ തലവൻ ഏർണസ്റ്റ് ഷേഫർ എന്ന ക്രൂരനായ സുവോളജിസ്റ്റായിരുന്നു. അദ്ദേഹം ഒരു മികച്ച വേട്ടക്കാരനായിരുന്നു. മൃഗങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാളേറെ അവയെ വെടിവെച്ചിട്ട് അതിന്റെ തോലുരിഞ്ഞു പഠിക്കാനായിരുന്നു അയാൾക്കിഷ്ടം. ഷേഫറും സംഘവും ഹിമാലയത്തിലേക്ക് തിരിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യ അവരെ സംശയത്തോടെയാണ് കണ്ടത്. ജർമ്മൻകാർ എന്തിനാണ് ഈ മല കയറുന്നത്? ചാരപ്പണി നടത്താനാണോ?
ബ്രിട്ടീഷുകാരുടെ കണ്ണുവെട്ടിച്ച് അവർ ടിബറ്റിലെത്തി. ലാസയിലെ വിശുദ്ധ നഗരത്തിൽ അവർ സ്വീകരിക്കപ്പെട്ടു. പക്ഷേ ഷേഫറിന്റെ ലക്ഷ്യം ബുദ്ധമതമായിരുന്നില്ല. അദ്ദേഹം അവിടെയുള്ള നാട്ടുകാരോട് നിരന്തരം ചോദിച്ചിരുന്നത് ഒരൊറ്റ കാര്യമാണ്: മിഗോയി എവിടെയാണ്? ഷേഫറിന്റെ ഡയറി കുറിപ്പുകളിൽ ഇത് യുദ്ധശേഷം കണ്ടെടുക്കപ്പെട്ടതാണ്. ഭയപ്പെടുത്തുന്ന ചില വിവരങ്ങളുണ്ട്. അദ്ദേഹം എഴുതുന്നു: ടിബറ്റുകാർക്ക് ഈ ജീവിയെ ഭയമില്ല, അവരിതിനെ ബഹുമാനിക്കുന്നു. പക്ഷേ എനിക്ക് വേണ്ടത് ഇതിന്റെ തലയാണ്. ഫ്യൂറർക്ക് സമ്മാനിക്കാൻ ഇതിന്റെ തോൽ എനിക്ക് വേണം. ഒരു ദിവസം ടിബറ്റിലെ ഒരു ഉൾഗ്രാമത്തിൽ വച്ച് ഷേഫർക്കൊരു സമ്മാനം ലഭിച്ചു. ഗ്രാമത്തലവൻ കൊണ്ടുവന്നത് രോമം നിറഞ്ഞ വലിയൊരു ജീവിയുടെ തോലായിരുന്നു. അത് കണ്ടപ്പോൾ ഷേഫർ ഞെട്ടിപ്പോയി. അതൊരു കരടിയുടെ തോലായിരുന്നില്ല. അതിലെ രോമങ്ങൾക്ക് സ്വർണ്ണ നിറവും കറുപ്പും കലർന്ന വിചിത്രമായ നിറം. ഏറ്റവും പ്രധാനം, ആ തോലിൽ കൈകളുടെയും കാലുകളുടെയും ഭാഗങ്ങൾ മനുഷ്യൻ്റേതുപോലെയായിരുന്നു. ഷേഫർ ആ തോൽ ജർമ്മനിയിലേക്ക് കടത്തി. പക്ഷേ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ആ യതി സ്കിൻ എവിടെ പോയി എന്നത് ഇന്നും ദുരൂഹമാണ്. ചിലർ പറയുന്നത് അത് മ്യൂണിക്കിലെ ഒരു മ്യൂസിയത്തിലുണ്ടായിരുന്നുവെന്നും ബോംബാക്രമണത്തിൽ നശിച്ചുപോയി എന്നുമാണ്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഹിറ്റ്ലറുടെ സ്വകാര്യ ബങ്കറിൽ അത് സൂക്ഷിച്ചിരുന്നുവെന്നാണ്. നാസികൾ യതിയെ കണ്ടിരുന്നോ? നാസി ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നത് യതി എന്നത് മൃഗമല്ല, മറിച്ച് പരിണാമത്തിന്റെ പഴയ കണ്ണിയായ നിയാൻഡർഥാൽ മനുഷ്യനാണെന്നാണ്. അവർക്ക് വേണ്ടത് ആ ജീവിയുടെ കരുത്താണ്. നാസി പട്ടാളക്കാർക്ക് തണുപ്പിനെ അതിജീവിക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ യതിയുടെ DNA സഹായിക്കും എന്നവർ കരുതി. ഈ ഭ്രാന്തമായ ചിന്തകൾക്ക് പിന്നിൽ എത്ര പേർ ഹിമാലയത്തിൽ മരിച്ചു വീണു എന്നത് കണക്കുകളില്ലാത്ത കാര്യമാണ്. ദ ഗ്രേറ്റ് അമേരിക്കൻ ഹണ്ട്, അമേരിക്കൻ കോടീശ്വരനും യതിവേട്ടയും. നാസികൾക്ക് ശേഷം യതിയെ തേടിയിറങ്ങിയത് അമേരിക്കക്കാരാണ്. പക്ഷെ അവർ വന്നത് തോക്കുകൾ മാത്രമല്ല, പണവും കൊണ്ടാണ്. ടോം സ്ലിക്ക്, ടെക്സാസിലെ വലിയൊരു ഓയിൽ മില്യനെയർ. സാഹസികതയായിരുന്നു അദ്ദേഹത്തിന്റെ ലഹരി. 1957 അദ്ദേഹം തീരുമാനിച്ചു, ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഈ യതിയെ ഞാൻ പിടിക്കും. ഇതൊരു ചെറിയ ട്രെക്കിംഗ് ആയിരുന്നില്ല, ഇതൊരു യുദ്ധസന്നാഹമായിരുന്നു. ദ സ്ലിക്ക് ജോൺസൺ സ്നോമാൻ എക്സ്പെഡിഷൻ. അവർ കാഠ്മണ്ഡുവിലെത്തി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഏറ്റവും പുതിയ ക്യാമറകൾ, മയക്കുവെടിത്തോക്കുകൾ, ട്രാങ്കുലൈസർ ഗൺസ്, ബ്ലഡ് ഹൗണ്ട് നായ്ക്കൾ. ഹിമാലയത്തിൽ നായ്ക്കളെ ഉപയോഗിച്ച് യതിയെ പിടിക്കുക കേൾക്കുമ്പോൾ തമാശയായി തോന്നാം, പക്ഷേ സ്ലിക്ക് സീരിയസ് ആയിരുന്നു. 3 പ്രത്യേക പരിശീലനം ലഭിച്ച നായ്ക്കളെ അവർ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നു. പക്ഷെ സംഭവിച്ചത് വിചിത്രമാണ്. ഹിമാലയത്തിലെ കൊടും തണുപ്പും കുറഞ്ഞ ഓക്സിജനും നായ്ക്കൾക്ക് താങ്ങാനായില്ല. മാത്രമല്ല, ഒരു രാത്രി അരുൺ താഴ്വരയിൽ ക്യാമ്പ് ചെയ്യുമ്പോൾ നായ്ക്കൾ പെട്ടെന്ന് കുരയ്ക്കാൻ തുടങ്ങി. പിന്നീടവ നിശബ്ദമായി. ഭയത്താൽ വാൽ ചുരുട്ടി കൂടാരത്തിന്റെ മൂലയിൽ ഒളിച്ചിരുന്നു. അമേരിക്കയിലെ കാടുകളിൽ പുലിയെയും കരടിയെയും ഓടിച്ചിട്ടുള്ള ആ നായ്ക്കൾ ആ മഞ്ഞുമലയിൽ എന്തിനെയോ കണ്ട് സ്തംഭിച്ചുപോയി. അവയ്ക്ക് യതിയുടെ ഗന്ധം കിട്ടിയോ? മൃഗങ്ങൾക്ക് മനുഷ്യനേക്കാൾ നന്നായി അപകടം മണത്തറിയാൻ കഴിയും. ആ നായ്ക്കൾ പിന്നീടൊരിക്കലും വേട്ടയ്ക്കിറങ്ങാൻ തയ്യാറായില്ല. ഈ പര്യവേക്ഷണത്തിനിടയിലാണ് സ്ലിക്കിന്റെ സംഘത്തിന് വിചിത്രമായൊരു കാര്യം സംഭവിക്കുന്നത്. അവർ നേപ്പാളിലെ ഒരു മൊണാസ്ട്രിയിൽ വെച്ച് ഒരു യതി തലയോട്ടി കണ്ടു. രോമങ്ങൾ നിറഞ്ഞ തൊപ്പി പോലെയുള്ള ഒരു വസ്തു. ഇത് നേരത്തെ പറഞ്ഞ പാങ്ബോച്ചെ കൈ പോലെ തന്നെ അവിടുത്തെ വിശുദ്ധ വസ്തുവായിരുന്നു. സ്ലിക്ക് അത് ശാസ്ത്രലോകത്തിനു മുന്നിലെത്തിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ ലാമമാർ അത് കൊടുക്കാൻ തയ്യാറായില്ല. അവിടെയാണ് ഹോളിവുഡ് നടൻ ജെയിംസ് സ്റ്റ്യൂവർട്ടിന്റെ റോൾ വരുന്നത്. സ്ലിക്ക് ഒരു തന്ത്രം മെനഞ്ഞു. അവർ ആ തലയോട്ടിയുടെ രോമങ്ങൾ, സ്ട്രാൻഡ്സ് ഓഫ് ഹെയർ, രഹസ്യമായി പറിച്ചെടുത്തു. ജെയിംസ് സ്റ്റ്യൂവർട്ട് ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുമ്പോൾ തന്റെ ലഗേജിൽ ഈ രോമങ്ങൾ ഒളിപ്പിച്ചു. ബ്രിട്ടീഷ് കസ്റ്റംസിനെ കബളിപ്പിക്കാൻ അദ്ദേഹം അത് തന്റെ ഭാര്യയുടെ അടിവസ്ത്രങ്ങൾക്കിടയിലാണ് സൂക്ഷിച്ചത്. ഒരു ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റ്. ലണ്ടനിലെ ലാബിൽ വെച്ച് ഈ രോമങ്ങൾ പരിശോധിച്ചു. ശാസ്ത്രജ്ഞർ പറഞ്ഞു, ഇത് ഗൊറാൽ എന്ന മലയാടിന്റെ രോമമല്ല, കരടിയുടേതല്ല. ഇതിന്റെ ഘടന, പിഗ്മെന്റേഷൻ വളരെ വിചിത്രമാണ്. പക്ഷെ വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ അന്നും ശാസ്ത്രത്തിന് കഴിഞ്ഞില്ല. ടോം സ്ലിക്ക് നിരാശനായില്ല. അദ്ദേഹം വീണ്ടും പണം മുടക്കി. പക്ഷേ 1962 വിധി അദ്ദേഹത്തെ തേടിയെത്തി. ഒരു വിമാനാപകടത്തിൽ സ്ലിക്ക് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണത്തോടെ യതിയെ പിടിക്കാനുള്ള ആ വലിയ പദ്ധതിയും അവസാനിച്ചു.
പലരും വിശ്വസിക്കുന്നത് ഹിമാലയൻ രഹസ്യങ്ങൾ തേടിപ്പോയവർക്ക് കിട്ടുന്ന ശാപം അദ്ദേഹത്തെയും പിടികൂടിയെന്നാണ്. റഷ്യൻ സ്നോമാൻ ആൻഡ് ദ ഡയറ്റ്ലോവ് കണക്ഷൻ. റഷ്യൻ ബന്ധങ്ങൾ. ഹിമാലയം മാത്രമല്ല യതിയുടെ വീട്. ഈ ഭൂവിശാസ്ത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഹിമാലയം മുതൽ മംഗോളിയ വഴി സൈബീരിയ വരെ നീളുന്ന ഒരു വലിയ പർവ്വത ശൃംഖലയുണ്ട്. റഷ്യക്കാർക്ക് യതി ഒരു കഥയല്ല. അവരിതിനെ വിളിക്കുന്നത് അൽമാസ് അല്ലെങ്കിൽ ചുചുന്യ എന്നാണ്. 1958 സോവിയറ്റ് യൂണിയൻ അഥവാ USSR ഔദ്യോഗികമായി യതി കമ്മീഷൻ അഥവാ സ്നോമാൻ കമ്മീഷൻ രൂപീകരിച്ചു. അതിന്റെ തലവൻ പ്രശസ്ത ശാസ്ത്രജ്ഞനായ ബോറിസ് പോഷ്നേവ് ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല, പക്ഷേ അവർ വന്യമനുഷ്യനിൽ വിശ്വസിച്ചിരുന്നു. അവർ പശ്ചിമേഷ്യൻ മലനിരകളിൽ അന്വേഷണം നടത്തി. അവിടെ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. അവിടെയുള്ള ഗ്രാമീണർ പറഞ്ഞത് അൽമാസ് എന്നത് വന്യമൃഗമല്ല, മറിച്ച് മനുഷ്യരുമായി ആശയവിനിമയം നടത്തുന്ന, ചിലപ്പോൾ മനുഷ്യരുമായി ഇണചേരുന്ന ജീവികളാണെന്നാണ്. ഏറ്റവും പ്രശസ്തമായ കേസ് സാന എന്ന കാട്ടുസ്ത്രീയുടേതാണ്. 19-ാം നൂറ്റാണ്ടിൽ റഷ്യയിലെ അബ്ഖാസിയ പ്രദേശത്ത് വേട്ടക്കാർ പിടികൂടിയ ഒരു സ്ത്രീ. അവൾക്ക് 6 അടിയിലധികം ഉയരമുണ്ടായിരുന്നു, ശരീരം മുഴുവൻ രോമങ്ങൾ, സംസാരിക്കാനറിയില്ല. അവളെ ഒരു ഗ്രാമത്തിലെ ഒരാൾ വളർത്തി. വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്, എങ്കിലും രേഖകൾ പറയുന്നത് അവൾക്ക് ഗ്രാമവാസികളിൽ നിന്ന് കുട്ടികളുണ്ടായി എന്നാണ്. ആ കുട്ടികൾ സാധാരണ മനുഷ്യരെപ്പോലെ വളർന്നു, പക്ഷേ അവർക്ക് അസാമാന്യമായ ശക്തിയുണ്ടായിരുന്നു. റഷ്യൻ ശാസ്ത്രജ്ഞർ വർഷങ്ങൾക്ക് ശേഷം സാനിയുടെ മകനായ ക്വിറ്റ് എന്നയാളുടെ ശവകുടീരം തുറന്നു പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ തലയോട്ടി സാധാരണ മനുഷ്യന്റേതായിരുന്നില്ല. നിയാണ്ടർഥാൽ മനുഷ്യരുടെ സവിശേഷതകൾ അതിൽ കണ്ടു. ഇത് സത്യമാണെങ്കിൽ ഹിമാലയത്തിലെ യതിയും റഷ്യയിലെ അൽമാസും ഒരേ വർഗമാണോ? നമ്മൾ കരുതുന്നതുപോലെ അവർ വംശനാശം വന്നവരല്ല, മറിച്ച് നമ്മുടെ ഇടയിൽ തന്നെ ജീവിച്ചിരുന്നവരാണോ? ഇവിടെയാണ് ഡയറ്റ്ലോവ് പാസ് ദുരന്തം കടന്നുവരുന്നത്. 1959 9 റഷ്യൻ പർവ്വതാരോഹകർ യൂറാൽ പർവ്വതനിരകളിൽ ദുരൂഹമായി മരിച്ചു. അവരുടെ ടെന്റുകൾ അകത്തുനിന്ന് കീറിയിരുന്നു. അവർ നഗ്നപാതരായി മഞ്ഞിലേക്ക് ഓടിയിരുന്നു. ചിലരുടെ തലയോട്ടി തകർന്നിരുന്നു, ചിലരുടെ നാവും കണ്ണുകളും നഷ്ടപ്പെട്ടിരുന്നു. ശരീരത്തിൽ അസാധാരണമായ റേഡിയേഷൻ ഉണ്ടായിരുന്നു. ഔദ്യോഗിക റിപ്പോർട്ടിൽ എഴുതിയത് അജ്ഞാതമായൊരു ശക്തി അഥവാ കമ്പല്ലിംഗ് നാച്ചുറൽ ഫോഴ്സ് അവരെ കൊന്നു എന്നാണ്. എന്നാൽ ആ പര്യവേക്ഷണ സംഘമെടുത്ത അവസാനത്തെ ഫോട്ടോകളിലൊന്നിൽ മരങ്ങൾക്കിടയിൽ നിൽക്കുന്ന കറുത്ത വലിയൊരു രൂപം കാണാം. അതൊരു യതിയായിരുന്നു. അവർ ടെന്റ് കീറി പുറത്തേക്കോടിയത് ആ ജീവിയെ ഭയന്നാണോ? റഷ്യൻ ഗവൺമെന്റ് ഈ ഫയലുകൾ വർഷങ്ങളോളം രഹസ്യമാക്കി വച്ചു. ഹിമാലയത്തിലെ മച്ചർമോർ ഇൻസിഡന്റ് പോലെ തന്നെ ഇതും ഒരാക്രമണമായിരുന്നു. ഈ 2 സംഭവങ്ങളും തമ്മിലുള്ള സാമ്യം ഭയപ്പെടുത്തുന്നതാണ്. ടെന്റുകൾ ആക്രമിക്കപ്പെടുന്നു, മനുഷ്യർ ഭയന്നോടുന്നു, ശരീരങ്ങൾ ചതഞ്ഞരയുന്നു. ലോകത്തിന്റെ 2 കോണുകളിൽ ഒരേ രീതിയിലുള്ള കൊലപാതകങ്ങൾ. കൊലയാളി ഒന്നാണോ? ശബ്ദങ്ങളിലെ സത്യം. കാഴ്ചകൾ തെറ്റാവാം, ഫോട്ടോകൾ വ്യാജമാകാം, പക്ഷെ ശബ്ദം അത് കള്ളം പറയില്ല. യതിയെക്കുറിച്ചുള്ള ഏറ്റവും ശക്തമായ തെളിവുകളിലൊന്ന് ദ സിയാറ്റിൽ റെക്കോർഡിംഗ്സ് ആണ്. ഇത് ഹിമാലയത്തിൽ നിന്നല്ല, മറിച്ച് അമേരിക്കയിലെ സിയാര മലനിരകളിൽ നിന്ന് ലഭിച്ചതാണെങ്കിലും ഹിമാലയത്തിലെ പർവ്വതാരോഹകർ കേട്ട ശബ്ദവുമായി ഇതിന് 100% സാമ്യമുണ്ട്. 1970കളിൽ റോൺ മൂർഹെഡ് എന്ന ഗവേഷകൻ റെക്കോർഡ് ചെയ്ത ശബ്ദങ്ങൾ. ഇത് കേൾക്കുമ്പോൾ മൃഗശാലയിലെയോ കാട്ടിലെയോ ശബ്ദമല്ല ഓർമ്മ വരിക. ഇതൊരു ഭാഷയാണ്, ലാംഗ്വേജ്. വിസിൽ പോലെയുള്ള ശബ്ദങ്ങൾ, വിസ്ലിംഗ്. തുടർന്ന് ഗിബ്ലിഷ് എന്ന് തോന്നിക്കുന്ന സംസാരം, ആഴത്തിലുള്ള നെഞ്ചിൽ തറയ്ക്കുന്ന മുരൾച്ചകൾ. ഒരു വോക്കൽ ബയോളജിസ്റ്റ് ഈ ടേപ്പുകൾ പരിശോധിച്ചു. അദ്ദേഹം പറഞ്ഞതിതാണ്: മനുഷ്യന് 2 ഒക്ടേവ് ശബ്ദപരിധിയാണുള്ളത്. ഏറ്റവും മികച്ച ഗായകർക്ക് 4 ഒക്ടേവ് വരെ പോകാം. പക്ഷേ ഈ ടേപ്പിലുള്ള ശബ്ദം ഇത് 6 മുതൽ 7 ഒക്ടേവ് വരെ മാറുന്നുണ്ട്. ഇത്രയും വലിയ റേഞ്ചിൽ ശബ്ദമുണ്ടാക്കാൻ ആ ജീവിയുടെ തൊണ്ടയുടെ ഘടന, ലാരിങ്സ്, മനുഷ്യൻ്റേതിനേക്കാൾ വളരെ വലുതായിരിക്കണം. നെഞ്ചിന് ചുരുങ്ങിയത് 60 ഇഞ്ച് വലിപ്പമെങ്കിലും വേണം. ഹിമാലയത്തിലെ ഷെർപ്പകൾക്ക് ഈ ശബ്ദം പരിചിതമാണ്. അവരിതിനെ കായ് കായ് എന്ന് വിളിക്കുന്നു. രാത്രിയിൽ കാറ്റിൻ്റെ ദിശ മാറുമ്പോൾ കേൾക്കുന്ന വിസിൽ ശബ്ദം, അത് ആശയവിനിമയമാണ്.
ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് അവർ സന്ദേശം കൈമാറുന്നു. മനുഷ്യർ വരുന്നുണ്ട്, ഒളിക്കുക, അല്ലെങ്കിൽ വേട്ട തുടങ്ങാം. ഇന്ത്യൻ സൈനികർ അതിർത്തിയിൽ വെച്ച് പലപ്പോഴും കേട്ടിട്ടുള്ള വിചിത്രമായ റേഡിയോ ഇൻ്റർഫറൻസുകൾ ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ചില പ്രത്യേക ഫ്രീക്വൻസിയിൽ റേഡിയോ സെറ്റുകളിൽ വിചിത്രമായ ഞരക്കങ്ങൾ കേൾക്കാറുണ്ട്. അതൊരു താന്ത്രിക തകരാറാണോ, അതോ നമുക്കറിയാത്ത ഏതോ ഊർജ്ജ തരംഗങ്ങൾ ആ ജീവികൾ പുറപ്പെടുവിക്കുന്നുണ്ടോ? ദ സൈക്കോളജിക്കൽ വാർഫെയർ, മനസ്സിനെ തകർക്കുന്ന ഭയം. യതിയെ നേരിട്ടവരിൽ ഭൂരിഭാഗം പേരും പിന്നീട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല. എന്തുകൊണ്ട്? കാരണം യതി ഒരു ശാരീരിക ആക്രമണം മാത്രമല്ല നടത്തുന്നത്, അതൊരു മാനസിക യുദ്ധം, സൈക്കോളജിക്കൽ വാർഫെയർ കൂടിയാണ്. ഹിമാലയത്തിലെ ഏകാന്തതയിൽ ദിവസങ്ങളോളം മനുഷ്യ ശബ്ദം കേൾക്കാതിരിക്കുമ്പോൾ മനസ്സ് ദുർബലമാകും. അപ്പോഴാണ് അവർ വരുന്നത്. അവരൊരിക്കലും പെട്ടെന്ന് മുന്നിൽ ചാടി വീഴില്ല. അവർ കളിക്കാൻ തുടങ്ങും. ആദ്യം ചെറിയ കല്ലുകൾ ടെന്റിന് നേരെ എറിയും, പിന്നെ ടെന്റിന് ചുറ്റും നടക്കും. നിങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആരും കാണില്ല. നിങ്ങൾ തിരികെ കയറുമ്പോൾ വീണ്ടും ശബ്ദം കേൾക്കും. ഇത് മണിക്കൂറുകളോളം, ചിലപ്പോൾ ദിവസങ്ങളോളം തുടരും. ഇരയെ ഭയം കൊണ്ട് തളർത്തുക, വിയർ ഡൗൺ ദ പ്രേ. ഭയന്ന് വിറച്ച് ഉറക്കമില്ലാതെ മാനസിക നില തെറ്റുമ്പോൾ അപ്പോഴാണ് അവർ യഥാർത്ഥ ആക്രമണം നടത്തുക. ഇത് ബുദ്ധിയുള്ള ഒരു ജീവിയുടെ ലക്ഷണമാണ്. ഇരയെ ഓടിച്ചു പിടിക്കുന്നതിനേക്കാൾ എളുപ്പം ഇരയെക്കൊണ്ട് തന്നെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുന്നതാണ്. പല പർവ്വതാരോഹകരും മലമുകളിൽ നിന്ന് ചാടി മരിക്കാറുണ്ട്. സൂയിസൈഡ് എന്ന് നമ്മൾ വിധിയെഴുതും. പക്ഷേ അവർ എന്തിനെയാണ് ഭയന്നത്? അവർ ചാടിയതാണോ, അതോ ആ ഭയം അവരെ തള്ളിയിട്ടതാണോ? ദി അൺസ്പോക്കൻ പാക്ട്, ഷെർപ്പകളുടെ രഹസ്യ ഉടമ്പടി. അവസാനമായി ഒരു സത്യം കൂടി നമ്മൾ അറിയണം. ഷെർപ്പകൾക്ക് യതിയെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ അറിയാം. പക്ഷെ അവർ സംസാരിക്കില്ല. കാരണം അവർക്കിടയിൽ ഒരു രഹസ്യ ഉടമ്പടിയുണ്ട്. പണ്ട് മനുഷ്യരും യതികളും തമ്മിൽ വലിയ യുദ്ധങ്ങൾ നടന്നിരുന്നു അത്രേ. ഒടുവിൽ മലദൈവങ്ങൾ ഇടപെട്ട് ഒരു അതിർത്തി നിശ്ചയിച്ചു. മരങ്ങൾ വളരുന്നിടം വരെ മനുഷ്യർക്ക്, അതിനു മുകളിൽ മഞ്ഞു മൂടിക്കിടക്കുന്നിടം യതികൾക്ക്. മനുഷ്യർ ആ അതിർത്തി ലംഘിക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഷെർപ്പകൾ വിദേശികളെ മല കയറാൻ സഹായിക്കും. പണം അവർക്കാവശ്യമാണ്. പക്ഷേ ചില പ്രത്യേക വഴികളിലൂടെ പോകാൻ അവർ വിസമ്മതിക്കും. ആ വഴി പോകണ്ട സാഹിബ്, അവിടെ കാറ്റ് മോശമാണ് എന്നവർ പറയും. യഥാർത്ഥത്തിൽ കാറ്റല്ല പ്രശ്നം, അത് യതിയുടെ പ്രദേശമാണ്, ടെറിറ്ററി. അവർക്കതറിയാം. അവർ ആ അതിർത്തി ബഹുമാനിക്കുന്നു. നമ്മൾ പുറത്തുനിന്നു വരുന്നവർ ആ അതിർത്തികൾ കാണുന്നില്ല. നമ്മൾ GPS നോക്കി നടക്കുന്നു. നമ്മൾ കടന്നു ചെല്ലുന്നത് അവരുടെ കിടപ്പുമുറികളിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ആക്രമിക്കപ്പെടുന്നത്. ഈ രഹസ്യ ഫയലുകൾ നമ്മോട് പറയുന്നത് ഇതാണ്: ഹിമാലയം ഒരു ടൂറിസ്റ്റ് സ്പോട്ടല്ല, അതൊരു പുരാതനമായ സാമ്രാജ്യമാണ്. അവിടുത്തെ രാജാക്കന്മാർ ഇപ്പോഴും സിംഹാസനത്തിലുണ്ട്. നമ്മൾ വെറും അതിഥികൾ മാത്രം. മര്യാദ പാലിച്ചില്ലെങ്കിൽ ആതിഥ്യം മരണമായി മാറും. ദി അനാറ്റമി ഓഫ് എ മോൺസ്റ്റർ, ഒരു രാക്ഷസന്റെ ശരീരഘടന. യതിയെക്കുറിച്ചുള്ള നൂറുകണക്കിന് ദൃക്സാക്ഷി വിവരണങ്ങൾ നമ്മൾ കേട്ടു. എന്നാൽ ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നമുക്കീ ജീവിയെ ഒന്ന് പുനർനിർമ്മിക്കാൻ ശ്രമിച്ചാലോ? എന്തുകൊണ്ടാണ് ഈ ജീവി ഇത്ര അപകടകാരിയാകുന്നത്? ഇതിന്റെ ശരീരത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 1. ഉയരവും ഭാരവും, ഹൈറ്റ് ആൻഡ് വെയ്റ്റ്. റിപ്പോർട്ടുകൾ പ്രകാരം ഒരു പൂർണ്ണ വളർച്ചയെത്തിയ യതിക്ക് 7 അടി മുതൽ 9 അടി വരെ ഉയരമുണ്ട്. തൂക്കം ഏകദേശം 200 മുതൽ 300 കിലോഗ്രാം വരെ. ഇതൊരു സാധാരണ മനുഷ്യന്റെ 3 ഇരട്ടി ഭാരമാണ്. എന്നാൽ ഇതിനെ ഭീകരമാക്കുന്നത് ഭാരമല്ല, ആ ഭാരം വിന്യസിച്ചിരിക്കുന്ന രീതിയാണ്. ഒരു സിൽവർ ബാക്ക് ഗൊറില്ലയുടെ ശക്തി നമുക്കറിയാം. അതിന്റെ കൈകൾക്ക് മനുഷ്യനെ പിച്ചി ചീന്താനുള്ള കരുത്തുണ്ട്. ഹിമാലയത്തിലെ കുത്തനെയുള്ള മലനിരകളിൽ ജീവിക്കുന്ന യതിക്ക് ഗൊറില്ലയേക്കാൾ ശക്തമായ തുടയെല്ലുകളും കാൽവണ്ണയിലെ മസിലുകളും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ഭാരമും വെച്ച് 45 ഡിഗ്രി ചെരിഞ്ഞ മലയിലൂടെ മുകളിലേക്ക് ഓടാൻ അതിന് കഴിയില്ല. 2. രോമങ്ങൾ, ദി കോട്ട്. എന്തുകൊണ്ടാണ് യതിയുടെ ഫോട്ടോകളിൽ അവ അവ്യക്തമായി കാണപ്പെടുന്നത്? ഇതൊരു പ്രകൃതിദത്തമായ ക്യാമോഫ്ലാജാണ്. യതിയുടെ രോമങ്ങൾ ഒറ്റ നിറമല്ല, അതിന്റെ അടിഭാഗം കട്ടിയുള്ളതും ഇരുണ്ടതുമാണ്. ഇത് ശരീരത്തിലെ ചൂട് നിലനിർത്താൻ സഹായിക്കുന്നു. എന്നാൽ
പുറംഭാഗത്തെ രോമങ്ങൾ നീളമുള്ളതും സുതാര്യവുമാണ്. ഇത് മഞ്ഞുവീഴ്ചയുടെ സമയത്ത് വെറും 50 മീറ്റർ അകലെ നിന്നാൽ പോലും യതിയെ തിരിച്ചറിയാൻ കഴിയില്ല. അത് മഞ്ഞിന്റെ ഭാഗമായി മാറും. 3. കണ്ണുകൾ. ദി ഐസ്. രാത്രിയിൽ യതിയുടെ കണ്ണുകൾ ചുവന്ന നിറത്തിൽ തിളങ്ങുന്നതായി സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ശാസ്ത്രം ടപ്പേറ്റം ലൂസിഡം എന്ന് വിളിക്കുന്നു. രാത്രിയിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങളുടെ, ഉദാഹരണത്തിന് പൂച്ച, പുലി തുടങ്ങിയവയുടെ കണ്ണുകൾക്ക് പിന്നിലുള്ള ഒരു ലെയറാണിത്. ഇത് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. മനുഷ്യന് ഈ കഴിവില്ല. യതിക്ക് കൂരിരുട്ടിലും വ്യക്തമായി കാണാൻ കഴിയും. നമ്മൾ ടോർച്ച് തെളിക്കുമ്പോൾ നമ്മുടെ സ്ഥാനം നമ്മൾ തന്നെ അതിന് കാട്ടിക്കൊടുക്കുകയാണ്. അതേസമയം അത് നമ്മളെ ഇരുട്ടിൽ നിന്ന് നിരീക്ഷിക്കുന്നു. 4. ശബ്ദം. ദ വോക്കൽ കോർഡ്സ്. സിയാറ്റിൽ റെക്കോർഡിംഗ്സ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിലെ ശബ്ദതരംഗങ്ങൾ വിശകലനം ചെയ്തപ്പോൾ കിട്ടിയ വിവരം ഞെട്ടിക്കുന്നതാണ്. യതിയുടെ നെഞ്ച് അഥവാ ചെസ്റ്റ് കാവിറ്റി വളരെ വലുതാണ്. ഉയർന്ന ഉയരത്തിൽ ഓക്സിജൻ കുറവാണ്. അവിടെ ജീവിക്കണമെങ്കിൽ സാധാരണ ശ്വാസകോശം പോരാ. വളരെ വിസ്താരമേറിയ ശ്വാസകോശവും വലിയ ഹൃദയവും വേണം. ഇത് അവയ്ക്ക് അസാമാന്യമായ സ്റ്റാമിന നൽകുന്നു. മണിക്കൂറുകളോളം വിശ്രമമില്ലാതെ മല കയറാൻ ഇവയ്ക്ക് കഴിയും. മനുഷ്യൻ 10 അടി നടക്കുമ്പോൾ കിതയ്ക്കുന്നിടത്ത് യതിയൊരു കിതപ്പ് പോലുമില്ലാതെ ഓടിക്കയറും. ചുരുക്കത്തിൽ ബയോളജിക്കലി നോക്കിയാൽ ഹിമാലയത്തെ ജയിക്കാൻ സൃഷ്ടിക്കപ്പെട്ട പെർഫെക്റ്റായ ഒരു കില്ലിംഗ് മെഷീനാണ് യതി. ദി അബ്ഡക്ഷൻ ക്രോണിക്കിൾസ്. തട്ടിക്കൊണ്ടുപോകപ്പെട്ടവർ. ഹിമാലയൻ ഗ്രാമങ്ങളിൽ യതി ഒരു കൗതുകമല്ല, അതൊരു ഭീഷണിയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. നൂറ്റാണ്ടുകളായി കൈമാറിവരുന്ന ഒരു ഭയാനകമായ വിശ്വാസമുണ്ട്. യതികൾ, പ്രത്യേകിച്ച് ആൺയതികൾ, മനുഷ്യസ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകാറുണ്ട്. ഇത് വെറുമൊരു കഥയാണോ, അതോ ചരിത്രത്തിൽ ഇതിന് തെളിവുകളുണ്ടോ? 19-ാം നൂറ്റാണ്ടിലെ ഒരു പഴയ രേഖ പരിശോധിക്കാം. സിക്കിമിലെ ഒരു വിദൂര ഗ്രാമം. അവിടെ പെമ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. ശക്തയായ, സുന്ദരിയായ ഒരു ഷെർപ്പാ യുവതി. ഒരു വൈകുന്നേരം വിറകു ശേഖരിക്കാൻ കാട്ടിൽ പോയ അവൾ തിരിച്ചുവന്നില്ല. ഗ്രാമവാസികൾ കാടുമുഴുവൻ അഴിച്ചുപെറുക്കി. കടുവ പിടിച്ചതാണെങ്കിൽ രക്തപ്പാടുകളോ വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങളോ കാണേണ്ടതാണ്. പക്ഷേ അവിടെ ഒന്നുമുണ്ടായിരുന്നില്ല. അവൾ വായുവിൽ അലിഞ്ഞുപോയതുപോലെ കാണാതായി. വർഷങ്ങൾ കടന്നുപോയി. ഗ്രാമം അവളെ മറന്നു. 3 വർഷത്തിനു ശേഷം ഒരു ദിവസം രാത്രി ഗ്രാമത്തിൽ പട്ടികൾ നിറത്താതെ കുരയ്ക്കാൻ തുടങ്ങി. ഗ്രാമത്തിന്റെ അതിർത്തിയിൽ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായി മെലിഞ്ഞുണങ്ങിയ ഒരു രൂപം. അത് പെമയായിരുന്നു. പക്ഷേ അവൾക്ക് പഴയ പെമയുമായി ഒരു ബന്ധവുമുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകൾ ശൂന്യമായിരുന്നു. സംസാരിക്കാനുള്ള കഴിവ് അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. അവൾ മനുഷ്യരെ കാണുമ്പോൾ ഭയന്ന് ഒളിക്കാൻ തുടങ്ങി. പച്ചമാംസം മാത്രം കഴിക്കാൻ ഇഷ്ടപ്പെട്ടു. ഗ്രാമത്തിലെ മൂപ്പന്മാർ പറയുന്നത് അവളെ കൊണ്ടുപോയത് മിഗോയി, യതി ആണെന്നാണ്. അവളെ ഒരു ഗുഹയിൽ തടവിലിട്ടു. അവൾക്കവിടെ നിന്നൊരു കുട്ടിയുണ്ടായെന്നും ആ കുട്ടിയെ കൊന്നതിനു ശേഷമാണ് അവൾ രക്ഷപ്പെട്ടതെന്നും കഥകളുണ്ട്. ഇതു കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. എന്നാൽ റഷ്യയിലെ സാന എന്ന കാട്ടുസ്ത്രീയുടെ കഥയുമായി ഇതിന് അത്ഭുതകരമായ സാമ്യമുണ്ട്. രണ്ടിടത്തും നടക്കുന്നത് ഒരേ കാര്യമാണ്: ഹൈബ്രിഡൈസേഷൻ. യതികൾ വംശനാശത്തിന്റെ വക്കിലാണോ? സ്വന്തം വർഗത്തിൽപ്പെട്ട സ്ത്രീകളെ കിട്ടാത്തതുകൊണ്ടാണോ അവർ മനുഷ്യസ്ത്രീകളെ നോട്ടമിടുന്നത്? ഗ്രാമങ്ങളിൽ ഇന്നും സന്ധ്യ കഴിഞ്ഞാൽ സ്ത്രീകൾ പുറത്തിറങ്ങാൻ ഭയപ്പെടുന്നതിന് പിന്നിൽ ഈ പഴയ കഥകളുടെ നിഴലുണ്ട്. അവർ ഭയക്കുന്നത് മൃഗത്തെയല്ല, മൃഗത്തിന്റെ രൂപത്തിലുള്ള, മനുഷ്യന്റെ വികാരങ്ങളുള്ള, എന്നാൽ മനുഷ്യത്വമില്ലാത്ത ഒന്നിനെയാണ്. മറ്റൊരു സംഭവം 1990കളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ലാങ്ടാങ് മേഖലയിൽ ഒരു യുവതിയെ കാണാതായി. ദിവസങ്ങൾക്ക് ശേഷം അവളെ കണ്ടെത്തുമ്പോൾ അവൾ ഒരു വലിയ പാറയുടെ മുകളിൽ ഇരിക്കുകയായിരുന്നു. അവളുടെ ചുറ്റും മഞ്ഞിൽ വലിയ കാൽപ്പാടുകൾ വട്ടം കറങ്ങിയിരുന്നു. അവൾ പറഞ്ഞത്, വലിയൊരു കുരങ്ങൻ എന്നെ എടുത്തുകൊണ്ടുവന്നു. എനിക്ക് തണുത്തപ്പോൾ അതെന്നെ കെട്ടിപ്പിടിച്ച് ചൂട് തന്നു. പിന്നെ എന്നെ ഇവിടെ കൊണ്ടിരുത്തിപ്പോയി എന്നാണ്. ഇത് സ്നേഹമാണോ? അതോ വളർത്തുമൃഗത്തെപ്പോലെ മനുഷ്യനെ കാണുന്നതാണോ? നമ്മൾ പൂച്ചക്കുട്ടികളെ എടുത്തു നടക്കുന്നതുപോലെ യതികൾ നമ്മളെ കൗതുകവസ്തുക്കളായി കാണുന്നുണ്ടോ?
ദ മൊണാസ്ട്രീസ് ഓഫ് ഫിയർ, ഭയത്തിൻ്റെ വിഹാരങ്ങൾ. ഹിമാലയത്തിലെ ബുദ്ധവിഹാരങ്ങൾ, മൊണാസ്ട്രീസ്, സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. പക്ഷേ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ പലതും സമാധാനം തരുന്നവയല്ല. എവറസ്റ്റ് റൂട്ടിലുള്ള തെങ്ബോച്ചെ മൊണാസ്ട്രി. എല്ലാ വർഷവും അവിടെ നടക്കുന്നൊരു ഉത്സവമുണ്ട്, മണി റിംറ്റു. ഈ ഉത്സവത്തിൽ ലാമമാർ പ്രത്യേകതരം മുഖംമൂടികൾ ധരിച്ച് നൃത്തം ചെയ്യും. അതിലൊരു മുഖംമൂടി യതിയുടേതാണ്. നമ്മൾ ചോദിക്കും, ഇതെല്ലാം വെറും ഭാവനയല്ലേ എന്ന്. പക്ഷേ ആ മുഖംമൂടി ഉണ്ടാക്കുന്ന ലാമയോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഇത് ഭാവനയല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ പൂർവികർ നേരിട്ട് കണ്ട മുഖമാണിത്. അത് മറക്കാതിരിക്കാനാണ് ഞങ്ങൾ ഈ നൃത്തം ചെയ്യുന്നത്. ഖുംജുങ് മൊണാസ്ട്രിയിൽ ഇന്നും ഒരു യതി തലയോട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പാങ്ബോച്ചെ കൈയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഖുംജുങ്ങിലെ തലയോട്ടി എല്ലാവർക്കും കാണാൻ കഴിയില്ല. അതൊരു ഗ്ലാസ് ബോക്സിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ശാസ്ത്രജ്ഞർ ഇത് പരിശോധിക്കാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ലാമമാർ സമ്മതിക്കില്ല. അവർ പറയുന്നു, ഇതൊരു ശാസ്ത്രീയ വസ്തുവല്ല, ഇതൊരു ശാപമാണ്. ഇത് തുറന്നാൽ മലദൈവങ്ങൾ കോപിക്കും, വലിയ ഹിമപ്പയലുകളുണ്ടാകും. വിചിത്രമായൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? യതിയുടെ തലയോട്ടി പരിശോധിക്കാൻ ശ്രമിച്ച വർഷങ്ങളിലെല്ലാം എവറസ്റ്റിൽ വലിയ ദുരന്തങ്ങൾ നടന്നിട്ടുണ്ട്. യാദൃച്ഛികമാകാം. പക്ഷെ ഷെർപ്പകൾക്ക് അത് യാദൃച്ഛികമല്ല. അവർ വിശ്വസിക്കുന്നത് യതികൾ മരിച്ചാലും അവരുടെ ആത്മാക്കൾ മലമുകളിൽ അലയുന്നുണ്ടെന്നാണ്. ഈ അവശിഷ്ടങ്ങൾ വെറും അസ്ഥികളല്ല, മറിച്ച് ആ ശക്തിയെ പിടിച്ചു നിർത്തുന്ന ഉപാധികളാണ്. ചെമോ എന്നറിയപ്പെടുന്ന മറ്റൊരു മൊണാസ്ട്രിയിൽ യതിയുടെ തൊലികൊണ്ടുണ്ടാക്കിയ ഒരു പുരാതനമായ വാദ്യോപകരണമുണ്ടായിരുന്നുവത്രേ. അത് കൊട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദം യതിയുടെ അലർച്ച പോലെയാണെന്ന് പറയപ്പെടുന്നു. ചൈനീസ് അധിനിവേശകാലത്ത്, കൾച്ചറൽ റെവല്യൂഷൻ, പല മൊണാസ്ട്രികളും തകർക്കപ്പെട്ടു. അന്നത്തെ കുള്ളിവെപ്പിൽ ഇത്തരം അമൂല്യമായ പല തെളിവുകളും കത്തിച്ചാമ്പലായി. നഷ്ടപ്പെട്ടത് വെറും വസ്തുക്കളല്ല, മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യത്തിൻ്റെ തെളിവുകളാണ്. ദ ടെക്നോളജി പാരഡോക്സ്. എന്തുകൊണ്ട് ക്യാമറകൾ പരാജയപ്പെടുന്നു? ഇതൊരു ഡിജിറ്റൽ യുഗമാണ്. എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുകളുണ്ട്. സാറ്റലൈറ്റുകൾ നമ്മളെ നിരീക്ഷിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് യതിയുടെ ഒരു വ്യക്തമായ HD വീഡിയോ ഇതുവരെ കിട്ടിയില്ല? ഇതാണ് വിമർശകർ അല്ലെങ്കിൽ സ്കെപ്റ്റിക്സ് ചോദിക്കുന്ന പ്രധാന ചോദ്യം. പക്ഷേ ഹിമാലയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വന്യജീവി ഫോട്ടോഗ്രാഫർമാർക്ക് ഇതിനൊരുത്തരമുണ്ട്. 1. ഇൻ്റലിജൻസ്. നമ്മൾ യതിയെ ഒരു മൃഗമായി കാണുന്നതുകൊണ്ടാണ് നമുക്ക് തെറ്റുന്നത്. കടുവയോ പുലിയോ ആണെങ്കിൽ ക്യാമറ ട്രാപ്പിൽ കുടുങ്ങും, കാരണം അവയ്ക്ക് ക്യാമറ എന്താണെന്നറിയില്ല. പക്ഷേ യതിക്കറിയാം. ഇൻഫ്രാറെഡ് രശ്മികൾ കാണാൻ കഴിയും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ക്യാമറ ട്രാപ്പുകൾ ഇൻഫ്രാറെഡ് ബീമുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. യതിക്കത് ഇരുട്ടിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ലേസർ ലൈറ്റ് പോലെ കാണാം. അതുകൊണ്ട് അവർ അത് ഒഴിവാക്കി നടക്കുന്നു. അല്ലെങ്കിൽ പലപ്പോഴും ക്യാമറകൾ തകർക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ലെൻസുകൾ കല്ലുകൊണ്ട് ഇടിച്ചു പൊട്ടിച്ച നിലയിൽ. ഒരു മൃഗം ലെൻസ് മാത്രം മുന്നം വെച്ച് തകർക്കുമോ? ഇല്ല. അത് സാങ്കേതികവിദ്യയെ മനസ്സിലാക്കുന്ന, അതിനെ ഭയക്കുന്ന, അതിനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ബുദ്ധിയാണ്. 2. പരിസ്ഥിതി. ഹിമാലയത്തിലെ തണുപ്പ് ബാറ്ററി ഡ്രെയിൻ ഉണ്ടാക്കും. ഏറ്റവും മികച്ച ക്യാമറ പോലും -30 ഡിഗ്രിയിൽ മിനിറ്റുകൾക്കുള്ളിൽ ഓഫാകും. യതികൾ പുറത്തിറങ്ങുന്നത് ഇത്തരം കൊടും തണുപ്പുള്ള രാത്രികളിലാണ്. നമ്മുടെ ടെക്നോളജിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സമയമാണ് അവരുടെ സമയം. 3. ഡ്രോണുകൾ. ഡ്രോണുകൾക്ക് ശബ്ദമുണ്ട്. ആ നിശബ്ദ താഴ്വരയിൽ ഒരു ഡ്രോണിൻ്റെ ശബ്ദം കിലോമീറ്ററുകൾക്കപ്പുറം കേൾക്കാം. ശബ്ദം കേൾക്കുമ്പോൾ തന്നെ യതികൾ ഗുഹകളിലേക്കോ മരക്കൂട്ടങ്ങൾക്കിടയിലേക്കോ മറയുന്നു. 2016 ഒരു ഫിലിം ക്രൂ മക്കാലു മേഖലയിൽ ഡ്രോൺ പറത്തിയിരുന്നു. അവരുടെ ഡ്രോൺ പെട്ടെന്ന് നിയന്ത്രണം വിട്ടു താഴെ വീണു. അവർ വീണ സ്ഥലം പരിശോധിച്ചപ്പോൾ ഡ്രോൺ തകർന്നിരുന്നു. പക്ഷെ വീഴ്ചയുടെ ആഘാതത്തിലല്ല തകർന്നത്. അതിനെ ആരോ പിടിച്ചു ഞെരിച്ചതുപോലെയായിരുന്നു. അവിടെ പരുന്തിനെയോ മറ്റു പക്ഷികളെയോ കണ്ടില്ല. പിന്നെ ആരാണ് ആകാശത്ത് നിന്ന് ഡ്രോണിനെ വീഴ്ത്തിയത്? അതോ ഡ്രോൺ താഴെ വന്നപ്പോൾ ആരെങ്കിലും പിടിച്ചതാണോ? ഇതൊരു പാരഡോക്സാണ്. നമ്മൾ എത്രത്തോളം സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുവോ അത്രത്തോളം അവർ ഉള്ളിലേക്ക് വലിയപ്പെടുന്നു. നമ്മൾ കാടുകളിൽ ക്യാമറ വയ്ക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവരെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കുകയാണ്. ദ സൈലന്റ് ഗാർഡിയൻസ്, നിശബ്ദരായ കാവൽക്കാർ.
ഈ ഭാഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. യതി എന്നത് ഭയപ്പെടേണ്ട ഒന്നാണോ? ഹിമാലയത്തിലെ പഴയ തലമുറ പറയുന്നത് അല്ല എന്നാണ്. അവർക്ക് യതി ഒരു കാവൽക്കാരൻ, ഗാർഡിയൻ ഡെയ്റ്റി ആണ്. പ്രകൃതിയുടെ തുലനം സൂക്ഷിക്കുന്നവൻ. മനുഷ്യൻ കാട് നശിപ്പിക്കുമ്പോഴും മൃഗങ്ങളെ വേട്ടയാടുമ്പോഴും മാത്രമാണ് യതി കോപിക്കുന്നത്. ആധുനിക മനുഷ്യൻ ഹിമാലയത്തെ ഒരു ചവിട്ടുകുട്ടയാക്കി മാറ്റിയിരിക്കുന്നു. എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകൾ. ഒരുപക്ഷെ യതികൾ ഇപ്പോൾ കൂടുതൽ ആക്രമണകാരികളാകാൻ കാരണം ഇതാണ്. അവരുടെ വീട് നഷ്ടപ്പെടുന്നു, അവരുടെ വെള്ളം മലിനമാകുന്നു, അവർ പ്രതികരിക്കുകയാണ്. 2015 നേപ്പാൾ ഭൂകമ്പത്തിന് തൊട്ടുമുൻപ് പല ഗ്രാമങ്ങളിലും യതികളുടെ അലർച്ച കേട്ടിരുന്നതായി പറയപ്പെടുന്നു. അതൊരു മുന്നറിയിപ്പായിരുന്നു. മൃഗങ്ങൾക്ക് പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിയും. യതികൾ ഗ്രാമവാസികളോട് മാറിപ്പോകൂ എന്ന് പറയുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ ശത്രുക്കളല്ല, നമ്മൾ മനസ്സിലാക്കാത്ത മിത്രങ്ങളാണ്. പക്ഷേ ആ സൗഹൃദത്തിനൊരു വിലയുണ്ട്. ദൂരം പാലിക്കുക, ബഹുമാനിക്കുക, അവരുടെ ലോകത്തേക്ക് അതിക്രമിച്ചു കയറാതിരിക്കുക. ദ സൈലൻസ് ഓഫ് ദ പാൻഡമിക്, മഹാമാരിയുടെ നിശബ്ദതയിൽ. 2020 ലോകത്തെ വിഴുങ്ങിയ വർഷം. നേപ്പാൾ അതിർത്തികൾ അടച്ചു, എവറസ്റ്റ് പര്യവേക്ഷണങ്ങൾ റദ്ദാക്കി. പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി ഹിമാലയം പൂർണ്ണമായും നിശബ്ദമായി. ഹെലികോപ്റ്ററുകളുടെ ഇരമ്പലില്ല, സഞ്ചാരികളുടെ ബഹളമില്ല. പ്രകൃതിക്കതൊരു ഉണർവായിരുന്നു. മൃഗങ്ങൾ കാടിറങ്ങി വരാൻ തുടങ്ങി. കാഠ്മണ്ഡുവിന്റെ തെരുവുകളിൽ പുള്ളിപ്പുലികൾ നടക്കുന്നത് നമ്മൾ വാർത്തകളിൽ കണ്ടു. പക്ഷേ വാർത്തകളിൽ വരാത്ത മറ്റൊരു കാടിറക്കവും കൂടി അവിടെ നടന്നിരുന്നു. 2020 ഒക്ടോബർ മാസം. ലുക്ല വിമാനത്താവളത്തിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമം. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ടൂറിസ്റ്റുകൾ ആരും അവിടെയില്ല. ലോഡ്ജുകളെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു ലോഡ്ജിന്റെ കാവൽക്കാരനായ ദാവ എന്ന വൃദ്ധൻ. രാത്രിയിൽ അദ്ദേഹം അടുക്കളയിൽ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്ത് കനത്ത മഞ്ഞ്. പെട്ടെന്ന് ലോഡ്ജിന്റെ പിന്നിലെ ജനലിൽ ഒരു തട്ടൽ കേട്ടു. ആദ്യം അദ്ദേഹം കരുതിയത് വിശന്നു വലഞ്ഞ തെരുവുനായ്ക്കളായിരിക്കുമെന്നാണ്. അദ്ദേഹം ടോർച്ചെടുത്ത് ജനൽ വഴി പുറത്തേക്ക് നോക്കി. അവിടെ ആ ജനൽ ചില്ലിനപ്പുറം ഒരു മുഖം. നായയല്ല, മനുഷ്യനുമല്ല. മഞ്ഞ നിറമുള്ള ചുളിവുകൾ വീണ മുഖം. അത് ജനലിൽ മൂക്കുമുട്ടിച്ച് അകത്തെ ചൂടിലേക്ക് നോക്കി നിൽക്കുകയാണ്. ദാവ ഭയന്ന് പുറകോട്ടു മാറി. ടോർച്ചിന്റെ വെളിച്ചം കണ്ടിട്ടും ആ ജീവി ഓടിപ്പോയില്ല. അത് പതിയെ കൈ ഉയർത്തി ജനലിൽ തൊട്ടു. അതിന്റെ വിരലുകൾക്ക് അസാമാന്യമായ നീളമുണ്ടായിരുന്നു. നഖങ്ങൾ ചില്ലിലുരസുന്ന ശബ്ദം, ക്രീ ക്രീ. ദാവ ആ രാത്രി മുഴുവൻ മേശയുടെ അടിയിൽ ഒളിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ ഗ്രാമത്തിലെ മറ്റുള്ളവർ നോക്കുമ്പോൾ കണ്ടത് വിചിത്രമായ കാഴ്ചയാണ്. ലോഡ്ജിനു ചുറ്റും ആ ജീവി നടന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും മോഷ്ടിച്ചിട്ടില്ല. അത് ചവട്ടുകുട്ടകൾ പരിശോധിച്ചിട്ടില്ല. അത് വെറുതെ മനുഷ്യരുപേക്ഷിച്ചു പോയ ആ കെട്ടിടങ്ങൾ നോക്കി നടന്നതാണ്. മനുഷ്യരെവിടെ പോയി എന്ന കൗതുകം അതിനുണ്ടായിരുന്നോ? അതോ ഇനി ഈ സ്ഥലം എന്റേതാണ് എന്നതുറപ്പിക്കുകയായിരുന്നോ? ഇതേ കാലയളവിൽ സിക്കിമിലെ ഗ്രാമങ്ങളിലും സമാനമായ റിപ്പോർട്ടുകൾ വന്നു. മനുഷ്യന്റെ സാന്നിധ്യം കുറഞ്ഞപ്പോൾ യതികൾ തങ്ങളുടെ പഴയ അതിർത്തികൾ ഭേദിച്ച് താഴേക്കു വരാൻ തുടങ്ങി. ഇത് തെളിയിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: അവർ വംശനാശം സംഭവിച്ചവരല്ല, അവർ ഒളിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ മാറിയപ്പോൾ അവർ നറനീക്കി പുറത്തു വന്നു. ദ സൈക്കിക് ഫിനോമിനോൺ, അദൃശ്യമായ തരംഗങ്ങൾ. ഇനി നമ്മൾ കടക്കുന്നത് സുവോളജിയിൽ നിന്ന് പാരാസൈക്കോളജിയിലേക്കാണ്. യതിയെ നേരിട്ട് കണ്ട് പലരും പറയുന്ന ഒരു കാര്യമുണ്ട്: അതിനെ കാണുന്നതിനു മുൻപേ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയിരുന്നു. കഠിനമായ തലവേദന, ഛർദ്ദിക്കാൻ തോന്നുക, കാരണമില്ലാത്ത ഭയം, സെൻസ് ഓഫ് ഡ്രെഡ്, അനങ്ങാൻ കഴിയാത്ത അവസ്ഥ, പാരാലിസിസ്. ഇത് വെറുമൊരു തോന്നലല്ല, ഇതിന് ശാസ്ത്രീയമായൊരു വിശദീകരണമുണ്ട്: ഇൻഫ്രാസൗണ്ട്. കടുവകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അവ 18 ഹെർട്സിൽ താഴെയുള്ള ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിക്കും. ഇത് മനുഷ്യന്റെ ചെവിക്ക് കേൾക്കാൻ കഴിയില്ല, പക്ഷെ നമ്മുടെ ശരീരം അതറിയും. ഈ തരംഗങ്ങൾ നമ്മുടെ തലച്ചോറിൽ ഭയത്തിന്റെ സിഗ്നലുകൾ ഉണ്ടാക്കും. ഇരയെ മരവിപ്പിക്കാൻ കടുവകൾ ഉപയോഗിക്കുന്ന തന്ത്രമാണിത്. യതികൾക്കും ഈ കഴിവുണ്ടോ? സിയാറ്റിൽ റെക്കോർഡിംഗ്സിലെ ശബ്ദങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ ഇൻഫ്രാസൗണ്ട് സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. യതി അലറണമെന്നില്ല, അത് വെറുതെ നിൽക്കുമ്പോൾ പോലും അതിന്റെ തൊണ്ടയിൽ നിന്ന് ഈ തരംഗങ്ങൾ പുറപ്പെടുന്നുണ്ടാകാം. അതുകൊണ്ടാണ് പല പർവ്വതാരോഹകരും മലമുകളിൽ വെച്ച് പെട്ടെന്ന് പാനിക്കാവുന്നത്, കാരണമില്ലാതെ ടെന്റ് വിട്ട് ഓടുന്നത്. അവർക്ക് ഭ്രാന്തായതല്ല,
അവരുടെ തലച്ചോറ് ഹാക്ക് ചെയ്യപ്പെട്ടതാണ്. ഷെർപ്പകൾ ഇതിനെ മിഗോയ്ഥുപ് എന്ന് വിളിക്കുന്നു, അതായത് യതിയുടെ മാന്ത്രിക ശക്തി. അവർ വിശ്വസിക്കുന്നത് യതിക്ക് ടെലിപ്പതി ഉണ്ടെന്നാണ്. നിങ്ങൾ യതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യതിക്ക് അതറിയാൻ കഴിയും. നിങ്ങൾ അതിനെ അന്വേഷിക്കുമ്പോൾ അത് നിങ്ങളെ വഴിതെറ്റിക്കും. വഴി കാണാത്ത തടസ്സങ്ങളുള്ളതായി തോന്നും. നടന്ന വഴികൾ മറന്നുപോകും. ഇതെല്ലാം ആ സൈക്കിക് അറ്റാക്കാണോ? ഒരു റഷ്യൻ പര്യവേക്ഷകനായ ഇഗോർ തന്റെ ഡയറിയിൽ എഴുതി, ഞാൻ ആ ഗുഹയിലേക്ക് നോക്കിയപ്പോൾ എന്റെ തലയ്ക്കുള്ളിൽ ആരോ സംസാരിക്കുന്നതുപോലെ തോന്നി. വാക്കുകളല്ല, മറിച്ച് പോകൂ പോകൂ എന്നൊരു ശക്തമായ നിർദ്ദേശം. ഞാൻ എന്റെ തോക്ക് താഴെയിട്ടു. എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ തിരിഞ്ഞോടി. ദി ഇന്റർഡിമെൻഷണൽ തിയറി, മറ്റൊരു മാനത്തിലെ ജീവികൾ. ഇവിടെ ഒരു വലിയ ചോദ്യം ബാക്കിയാണ്. എന്തുകൊണ്ട് അസ്ഥികൂടങ്ങൾ കിട്ടുന്നില്ല? എന്തുകൊണ്ട് സാറ്റലൈറ്റുകളിൽ കാണുന്നില്ല? ഈ ചോദ്യങ്ങൾക്ക് ചില ആധുനിക ഗവേഷകർ നൽകുന്ന ഉത്തരം വിചിത്രമാണ്. ഇന്റർഡിമെൻഷണൽ ബീയിങ്സ്. ഹിമാലയത്തെക്കുറിച്ച് ടിബറ്റൻ പുരാണങ്ങളിൽ പറയുന്നത് അവിടെ ബെയുൽ എന്നറിയപ്പെടുന്ന രഹസ്യ താഴ്വരകളുണ്ടെന്നാണ്. ഇത് ഭൗതികമായ സ്ഥലങ്ങളല്ല, ആത്മീയമായ ഉയർച്ച ലഭിച്ചവർക്ക് മാത്രം കാണാൻ കഴിയുന്ന മറ്റൊരു മാനത്തിലുള്ള സ്ഥലങ്ങളാണ്. ശംഭല എന്നും ഇതിനെ വിളിക്കും. ഈ തിയറി പ്രകാരം യതികൾ പൂർണ്ണമായും നമ്മുടെ ലോകത്തുള്ളവരല്ല. അവർക്ക് മാനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അവരുടെ പാദമുദ്രകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത്. അവർ നടന്നു പോകുന്നത് മഞ്ഞിലൂടെയല്ല, മറിച്ച് ഒരു പോർട്ടലിലൂടെയാണ്. അവർ പ്രത്യക്ഷപ്പെടുമ്പോൾ ഭൗതിക ശരീരം ഉണ്ടാകും. അവർ അപ്രത്യക്ഷമാകുമ്പോൾ ശരീരം പ്രകാശമായി മാറുകയോ മറ്റൊരു ഫ്രീക്വൻസിയിലേക്ക് മാറുകയോ ചെയ്യുന്നു. കേൾക്കുമ്പോൾ സയൻസ് ഫിക്ഷൻ പോലെ തോന്നും. പക്ഷേ ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് സമാന്തര പ്രപഞ്ചങ്ങൾ സാധ്യമാണ് എന്നാണ്. ഹിമാലയം പോലുള്ള ഉയർന്ന കാന്തിക ശക്തിയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം പോർട്ടലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചില ഗവേഷകർ കരുതുന്നു. യതികൾ ഈ പോർട്ടലുകളുടെ കാവൽക്കാരാണെങ്കിലോ? നമ്മൾ ആ വാതിലുകൾക്കരികിലെത്തുമ്പോഴാണോ അവർ നമ്മളെ ആക്രമിക്കുന്നത്? 1930-ൽ ഫ്രാങ്ക് സ്മിത്ത് എന്ന പർവ്വതാരോഹകൻ എവറസ്റ്റിൽ വെച്ച് വിചിത്രമായൊരു കാഴ്ച കണ്ടു. ആകാശത്തൊഴുകി നടക്കുന്ന ദ്വീപുകൾ. അതൊരു മരീചികയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പക്ഷേ അത് യഥാർത്ഥത്തിൽ മറ്റൊരു ലോകത്തിന്റെ പ്രതിബിംബമായിരുന്നെങ്കിലോ? യതികൾ ആ ലോകത്ത് നിന്നുള്ളവരാണെങ്കിൽ നമുക്കൊരിക്കലും അവരെ തോക്കുകൾ കൊണ്ട് വേട്ടയാടാൻ കഴിയില്ല. ദി അൺക്ലൈംബ്ഡ് മൗണ്ടൻ. ഭൂട്ടാനിലെ നിരോധിക്കപ്പെട്ട സാമ്രാജ്യം. നമ്മൾ നേപ്പാളിലും ടിബറ്റിലും കറങ്ങി. ഇനി നമുക്ക് ഭൂട്ടാനിലേക്ക് പോകാം. യതിയെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള ഒരേയൊരു രാജ്യം. ഭൂട്ടാനിൽ യതിക്ക് ഒരു സംരക്ഷിത വനമേഖല തന്നെയുണ്ട്. സക്തേൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി. 650 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ കാട് യതിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. സർക്കാർ രേഖകളിൽ തന്നെ ഇതിനെ പ്രിസർവ് ഫോർ ദ മിഗോയ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഭൂട്ടാൻ ഇത്ര ഉറപ്പിച്ചു പറയുന്നത്? കാരണം അവിടെയുള്ള ഒരു പർവ്വതം, ഗംഗാർ പ്യൂൻസം. ലോകത്തിൽ മനുഷ്യൻ ഇന്നേവരെ കീഴടക്കാത്ത ഏറ്റവും ഉയരമുള്ള പർവ്വതം, ഹൈയസ്റ്റ് അൺക്ലൈംബ്ഡ് മൗണ്ടൻ, 7570 മീറ്റർ. പലരും ഇത് കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പരാജയപ്പെട്ടു. ചിലർക്ക് വഴിതെറ്റി, ചിലർക്ക് അസുഖം വന്നു. ഒടുവിൽ 1994-ൽ ഭൂട്ടാൻ സർക്കാർ ഈ മലകയറ്റം നിരോധിച്ചു. കാരണം മലദൈവങ്ങളുടെ വാസസ്ഥലമാണ്. ഗ്രാമവാസികൾ പറയുന്നത് ഗംഗാർ പ്യൂൻസുമാണ് യതികളുടെ ആസ്ഥാനമെന്നാണ്. ആരും കേറാത്ത ആ കൊടുമുടിയിൽ വലിയൊരു നഗരം തന്നെയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. രാത്രികളിൽ ആ മലയുടെ മുകളിൽ നിന്ന് വിചിത്രമായ വെളിച്ചങ്ങൾ കാണാറുണ്ട്. ഇത് UFO ആണോ? അതോ യതികളുടെ സാങ്കേതികവിദ്യയാണോ? അതോ അത് ആത്മാക്കളുടെ വെളിച്ചമാണോ? ഭൂട്ടാൻ രാജാവിനറിയാവുന്ന എന്തോ രഹസ്യമിതിലുണ്ട്. അതുകൊണ്ടാണ് ആ മലയെ സംരക്ഷിക്കുന്നത്. ലോകം മുഴുവൻ എവറസ്റ്റ് കീഴടക്കാൻ തിരക്കുകൂട്ടുമ്പോൾ ഒരു മല മാത്രം കന്യകയായി പരിശുദ്ധമായി നിലനിൽക്കുന്നു. അവിടെ ആ കൊടുമുടിയിൽ യതികൾ നിർഭയരായി ജീവിച്ചിരിക്കുന്നുണ്ടാകാം. മനുഷ്യന്റെ ശല്യമില്ലാത്ത ഭൂമിയിലെ അവസാനത്തെ ഇടം. ദ ഫൈനൽ മോഡേൺ എവിഡൻസ്. 2024 വൈറൽ വീഡിയോകൾ. നമ്മൾ വർത്തമാനകാലത്താണ്, പ്രസന്റ് ഡേ. കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ഹിമാലയത്തിൽ നിന്ന് പുറത്തുവന്ന ചില വീഡിയോകൾ വലിയ ചർച്ചയായിട്ടുണ്ട്. 2022-ൽ ഒരു കൂട്ടം സ്കീയർമാർ ഗുൽമാർഗ്, കാശ്മീർ മേഖലയിലെടുത്ത വീഡിയോ. ദൂരെ മരങ്ങൾക്കിടയിലൂടെ അതിവേഗത്തിലോടുന്ന ഒരു വലിയ രൂപം.
അതിന്റെ വേഗത ഒരു മനുഷ്യന് സാധ്യമായതിലും അപ്പുറമായിരുന്നു. സ്ലോ മോഷനിൽ നോക്കുമ്പോൾ അതിന്റെ കൈകൾ മുട്ടുകാൽ വരെ നീണ്ടുകിടക്കുന്നത് കാണാം. ഇത് ഫേക്കാണെന്ന് പലരും പറഞ്ഞു. പക്ഷേ ആ പ്രദേശത്തെ സൈനികർ അത് തള്ളിക്കളഞ്ഞില്ല. മറ്റൊരു വീഡിയോ, ടിബറ്റൻ അതിർത്തിയിൽ നിന്ന് ഒരു ഡ്രൈവർ എടുത്തത്. റോഡിന് കുറുകെ ചാടുന്ന 3 രൂപങ്ങൾ. അവ കുടുംബമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 1 വലുത്, 2 ചെറുത്. അവർ റോഡ് മുറിച്ചു കടന്ന രീതി 4 കാലിലല്ല, 2 കാലിൽ. ഇത് കരടികളാണെങ്കിൽ കുഞ്ഞുങ്ങളെ എഴുന്നേറ്റ് നടത്തിക്കാൻ അമ്മക്കരടിക്ക് കഴിയില്ല. ഈ വീഡിയോകൾ തെളിയിക്കുന്നതെന്താണ്? യതി ഒരു പഴങ്കഥയല്ല. അവർ ഇപ്പോഴും അവിടെ ഉണ്ട്. ഒരുപക്ഷെ കാലാവസ്ഥാ വ്യതിയാനം അവരെ പുറത്തിറങ്ങാൻ പ്രേരിപ്പിക്കുന്നുണ്ടാകാം. മഞ്ഞുരുകുമ്പോൾ അവരുടെ വാസസ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നു. അവർ പുതിയ ഇടങ്ങൾ തേടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അവരെ കൂടുതൽ കാണുന്നത്. നിങ്ങളൊരുപക്ഷേ നാളെ ഹിമാലയത്തിലേക്ക് ട്രെക്കിങ്ങിന് പോയേക്കാം. മനോഹരമായ സെൽഫികൾ എടുത്തേക്കാം. പക്ഷേ ഓർക്കുക, നിങ്ങളുടെ ഓരോ ചുവടും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. മഞ്ഞിൽ കാണുന്ന ആ ചെറിയ കുഴി, അത് മഞ്ഞുരുകിയതാകാം. അല്ലെങ്കിൽ നിമിഷങ്ങൾക്ക് മുൻപ് അവിടെ നിന്നിരുന്ന ഒരാളുടെ കാൽപ്പാടാകാം. നിശബ്ദതയെ വിശ്വസിക്കരുത്. ഹിമാലയത്തിൽ ഏറ്റവും വലിയ ശബ്ദം നിശബ്ദതയാണ്. ആ നിശബ്ദതയിൽ കാതോർത്താൽ നിങ്ങൾക്ക് കേൾക്കാം, ദൂരെ നിന്ന് ഒരു വിസിൽ ശബ്ദം. ദ യേതി ഈസ് വാച്ചിങ്.